അപ്പോൾ പുതിയൊരു കഥയുമായി ഞാൻ പിന്നെയും വന്നിരിക്കുകയാണ്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നിങ്ങളുടെ ലൈക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് പിന്നെയും പിന്നെയും ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ കഥയിലേക്ക് കടക്കാം. കാവ്യ. ജ്യോതി ശബ്ദമുയർത്തി വിളിക്കവേ കാവ്യ ഒരു നിമിഷം ഞെട്ടി എഴുന്നേറ്റു. കാവ്യ എന്തൊക്കെയോ ചിന്തകളിലായിരുന്നു. എന്താ മിസ്സേ? പതിയെ കാവ്യ ചോദിച്ചു. താൻ ഇത് ഏത് ലോകത്താടോ? പഠിക്കാൻ വയ്യ എന്നുണ്ടെങ്കിൽ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്? ജ്യോതി മിസ് ദേഷ്യത്തിലാണ്. ആ ക്ലാസ്സിലെ സകല കുട്ടികളുടെയും നോട്ടം അന്നേരം കാവ്യയിലേക്ക് ചുരുങ്ങിയിരുന്നു. അവൾക്ക് മുഖം ഉയർത്താതെ തന്നെ ആ നോട്ടമൊക്കെ അറിയാനുണ്ട്. തനിക്ക് പഠിക്കാൻ ഒട്ടും താല്പര്യമില്ലെങ്കിൽ ഇങ്ങോട്ട് വരണമെന്നില്ല, ജ്യോതി മിസ് പറയവേ കാവ്യ ഒന്നും മിണ്ടിയില്ല. അല്ലെങ്കിലും എന്ത് മിണ്ടാനാണ്? കണ്ട അന്നു മുതൽ ജ്യോതി മിസ് തന്നോട് എന്തോ വ്യക്തിവൈരാഗ്യമുള്ള കണക്കെയാണ് പെരുമാറുന്നത്. ജ്യോതി മിസ് വാ തോരാതെ ഒരു അരമണിക്കൂറോളം പ്രസംഗിച്ചിട്ടാണ് കാവ്യയെ ഒന്ന് ഇരുത്തിയത്. അപ്പോഴേക്കും ലഞ്ച് ബ്രേക്കിനുള്ള ബെല്ലടിച്ചിരുന്നു. ജ്യോതി മിസ്സിൻ്റെ വഴക്കിൽ വയറ് നിറഞ്ഞു പൊട്ടാനായതുകൊണ്ട് പിന്നെ കാവ്യ അന്ന് ഭക്ഷണം കഴിക്കണ്ട എന്നങ്ങ് തീരുമാനിച്ചു. ഭക്ഷണം കഴിക്കാത്തത് അതുകൊണ്ട് മാത്രമല്ല കേട്ടോ. കാവ്യ അന്നൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. കുടല് കരിഞ്ഞ് മണം വരുന്നുണ്ട്. ചുറ്റും ഭക്ഷണത്തിൻ്റെ ഗന്ധം പടരുന്നുണ്ട്. ആരും കാവ്യയെ വിളിച്ചില്ല. ആരും കാവ്യയെ കഴിച്ചോ എന്ന് അന്വേഷിച്ചില്ല. പഠിക്കാൻ വന്ന് 3 കൊല്ലമായെങ്കിലും ഇന്നേ വരെ ഉറ്റ സുഹൃത്ത് എന്ന് പറയാൻ കാവ്യക്ക് ആരും ഉണ്ടായിട്ടില്ല. കാവ്യ ഇതിന് ശ്രമിച്ചിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും ശരി. അവരൊക്കെ എത്രയോ ഉന്നതിയിലിരിക്കുന്നവരാണ്. കാവ്യയോ ആരുടെയൊക്കെയോ സഹായം കൊണ്ട് ഇവിടെ വന്ന് പഠിക്കുന്നു എന്ന് മാത്രം. ഈ വർഷം കൂടെ ഒന്ന് തീർന്നു കിട്ടിയാൽ മതിയെന്നാണ് കാവ്യക്ക്. ബെല്ലടിച്ചതോടെ ക്ലാസ്സിലെ കുട്ടികളെല്ലാം ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ലഞ്ച് ബോക്സുകൾ തുറക്കാൻ തുടങ്ങി. പലതരം കറികളുടെ മണം ആ ക്ലാസ് മുറിയിലാകെ പടർന്നു. വിശപ്പ് കൊണ്ട് കാവ്യയുടെ വയറെരിഞ്ഞു. അവൾ പതിയെ ഡെസ്കിലേക്ക് തലചായ്ച്ച് കിടന്നു. ആരും അവളെ വിളിച്ചില്ല. ആരും അവളോട് കഴിച്ചോ എന്ന് ചോദിച്ചതുമില്ല. 3 കൊല്ലമായി ഈ കോളേജിൽ വരാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഇന്ന് വരെ ഒരൊറ്റ സുഹൃത്തിനെ പോലും ഉണ്ടാക്കാൻ കാവ്യക്ക് കഴിഞ്ഞിരുന്നില്ല. സത്യത്തിൽ അവൾ അതിന് ശ്രമിച്ചിട്ടുമില്ല. അവരെല്ലാം വലിയ വലിയ വീട്ടിലെ കുട്ടികളാണ്. വില കൂടിയ വസ്ത്രങ്ങളും ആഡംബരമുള്ളവരുമാണ്. താനോ നാട്ടുകാരുടെ കാരുണ്യത്തിൽ ഇവിടെ വന്ന് പഠിക്കുന്ന ഒരു അനാഥയെ പോലെയുള്ള പെൺകുട്ടി. ഈ ഒരൊറ്റ വർഷം കൂടി എങ്ങനെയെങ്കിലും തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു അവൾക്ക്. ക്ലാസ് കഴിഞ്ഞ് ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുമ്പോഴും കാവ്യയുടെ മനസ്സ് ഒട്ടും ശാന്തമായിരുന്നില്ല. കോളേജ് കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിൽ പോയി വിശ്രമിക്കുകയോ കൂട്ടുകാരോടൊപ്പം സമയം ചിലവഴിക്കുകയോ ചെയ്യുമ്പോൾ കാവ്യക്ക് മുന്നിലുള്ളത് വലിയൊരു ഉത്തരവാദിത്തങ്ങളുടെ മലയാണ്. കാവ്യയുടെ ജീവിതം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അമ്മ ജീവിച്ചിരുന്നപ്പോൾ അവളായിരുന്നു ആ വീട്ടിലെ രാജകുമാരി. എന്നാൽ അമ്മയുടെ പെട്ടെന്നുള്ള മരണം കാവ്യയുടെ ലോകം തകിടം മറിച്ചു. അമ്മ മരിച്ച് മാസങ്ങൾ തികയും മുമ്പേ അച്ഛൻ വേറെ കല്യാണം കഴിച്ചു. പുതിയ ചെറിയമ്മ വീട്ടിലേക്ക് വന്നതോടെ കാവ്യ വീട്ടിൽ വെറും ഒരു വേലക്കാരി മാത്രമായി മാറി. സ്വന്തം ചോരയായ കാവ്യയെ സംരക്ഷിക്കാൻ അച്ഛനും തയ്യാറായില്ല. ചെറിയമ്മയുടെ പീഡനങ്ങളും കുറ്റപ്പെടുത്തലുകളും നിത്യസംഭവമായി മാറി. +2 കഴിഞ്ഞതോടെ കാവ്യയുടെ പഠനം നിർത്താനായിരുന്നു വീട്ടിലെ തീരുമാനം. പക്ഷെ കാവ്യയുടെ അവസ്ഥ കണ്ട് മനസ്സലിഞ്ഞ ചില നാട്ടുകാരാണ് അവളെ തുടർന്ന് പഠിപ്പിക്കാൻ മുന്നോട്ട് വന്നത്. അയൽപക്കത്തെ ചില നല്ല മനുഷ്യർ ചേർന്നാണ് കോളേജിലെ ആദ്യത്തെ ഫീസ് കെട്ടിവെച്ചത്. എന്നാൽ എല്ലാ കാലവും മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടാൻ കാവ്യയുടെ ആത്മാഭിമാനം സമ്മതിച്ചില്ല. അങ്ങനെയാണ് അവൾ സ്വന്തമായി പണം കണ്ടെത്താൻ തുടങ്ങിയത്. കോളേജ് വിട്ടു വന്നാൽ ഒട്ടും വിശ്രമമില്ലാതെ അവൾ അയൽപ്പക്കത്തെ ഒരുപാട് ചെറിയ കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കും. ട്യൂഷനും തയ്ക്കലും പശുവിനെ വളർത്തലും എല്ലാം കൂടെ അവൾ തൻ്റെ ജീവിതം ഒരു കരക്കെത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അതുമാത്രമല്ല, കിട്ടുന്ന സമയങ്ങളിൽ തയ്യൽ ജോലികളും അയൽ വീടുകളിൽ പോയി ചെറിയ സഹായങ്ങൾ ചെയ്തു കൊടുക്കലും ഒക്കെ അവളുടെ പതിവാണ്. അങ്ങനെ അവൾ നൽകുന്ന ചെറിയ പ്രതിഫലങ്ങൾ കൂട്ടിവെച്ചാണ് അവൾ കോളേജ് ഫീസും പുസ്തകങ്ങൾക്കുള്ള പൈസയും ബസ് ചാർജും എല്ലാം കണ്ടെത്തുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഇരുട്ടി വെളുക്കുമ്പോഴേക്കും ചെറിയമ്മ കൽപ്പിച്ചു വെച്ചിരിക്കുന്ന ജോലികളൊക്കെ ചെയ്തു തീർക്കണം. തുണി നനക്കൽ, വീട് തുടക്കൽ, രാത്രിയിലേക്കുള്ള പാചകം, പാത്രം കഴുകൽ, അങ്ങനെ സകല പണികളും കാവ്യ ഒറ്റയ്ക്ക് ചെയ്യണം. ചെറിയമ്മയും അച്ഛനും കാവ്യ ചെയ്തതിൽ എന്തെങ്കിലും കുറവ് കണ്ടുപിടിച്ച് വഴക്കിടാൻ കാത്തു നിൽക്കുകയാവും. രാത്രി 12 മണിയോടെ എല്ലാ പണികളും തീർത്ത് ചെറിയമ്മയുടെ കുത്തുവാക്കുകളും കേട്ട് കാവ്യ തൻ്റെ ചെറിയ മുറിയിലേക്ക് വരുമ്പോൾ ശരീരം അപ്പാടെ തളർന്നിട്ടുണ്ടാവും. ആ സമയത്താണ് അവൾ പഠിക്കാനായി പുസ്തകം തുറക്കുന്നത്. നാളെ കോളേജിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയണം, പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങണം എന്നൊക്കെ അവൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട്. ട്യൂഷൻ എടുത്തും വീട്ടുപണി ചെയ്തും മനസ്സിൽ സൂക്ഷിച്ചു വെച്ച സകല ഊർജവും എടുത്ത് അവൾ പുസ്തകത്തിലേക്ക് നോക്കും. പക്ഷേ ശരീരം അതിനെ അനുവദിക്കില്ല.
പുലർച്ചെ മുതൽ തുടങ്ങിയ കഠിനാധ്വാനം കാരണം കണ്ണുകളിലേക്ക് ഉറക്കം ഇരച്ചു കയറും. അക്ഷരങ്ങൾ പലതും മങ്ങിപ്പോവും. ഇല്ല, ഉറങ്ങാൻ പാടില്ല, പഠിക്കണം എന്ന് മനസ്സിനെ എത്രയൊക്കെ നിർബന്ധിച്ച് ഉറപ്പിച്ച് നിർത്തിയാലും അറിയാതെ തല ഡെസ്കിലേക്ക് ചെരിഞ്ഞു പോവും. എത്ര ശ്രദ്ധിക്കാൻ വിചാരിച്ചാലും ശ്രദ്ധ കിട്ടാത്ത, ശരീരം പൂർണ്ണമായി തളർന്നു പോകുന്ന ആ അവസ്ഥ. അങ്ങനെ പുസ്തകത്തിന് മുകളിൽ കിടന്നുറങ്ങി പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും ക്ലാസ്സിൽ ജ്യോതി മിസ്സിനെ പോലെയുള്ളവർ പഠിപ്പിക്കുമ്പോൾ കാവ്യ അറിയാതെ മറ്റു ചിന്തകളിലേക്ക് പോകുന്നതും ഉറങ്ങിപ്പോകുന്നതും. ഇവളുടെ ഈ അവസ്ഥയോ ഉറക്കമില്ലായ്മയോ വിശപ്പോ ആരും അറിയുന്നുമില്ല. എല്ലാവരും കാണുന്നത് ക്ലാസ്സിൽ ശ്രദ്ധിക്കാത്ത, പഠിക്കാൻ താല്പര്യമില്ലാത്ത ഒരു മടിയെത്തിയെ മാത്രമാണ്. പുറമേ ശാന്തമായി കാണപ്പെടുമ്പോഴും കാവ്യയുടെ ഉള്ളിലെ വലിയൊരു കൊടുങ്കാറ്റാണ് വീശുന്നത്. പിറ്റേന്ന് രാവിലെ പതിവിലും ക്ഷീണിതയായാണ് കാവ്യ കോളേജിലേക്ക് എത്തിയത്. തലേ ദിവസം രാത്രിയിലെ ഉറക്കമൊഴിച്ചുള്ള പഠനവും അതിരാവിലെ എഴുന്നേറ്റുള്ള വീട്ടുപണികളും അവളുടെ കണ്ണുകളിൽ കറുത്ത പാടുകൾ വീഴ്ത്തിയിരുന്നു. ബസ്സിൽ നിന്നിറങ്ങി കോളേജ് ഗേറ്റിലൂടെ നടക്കുമ്പോൾ തന്നെ ക്യാമ്പസിൽ പതിവില്ലാത്തൊരു മാറ്റം. കുട്ടികളെല്ലാം ചെറിയ ചെറിയ ഗ്രൂപ്പുകളായി തിരിഞ്ഞു നിന്ന് എന്തൊക്കെയോ കാര്യമായി ചർച്ച ചെയ്യുകയാണ്. പെൺകുട്ടികളുടെ മുഖത്താണ് വല്ലാത്തൊരു ആകാംക്ഷയും ആവേശവും കാണാനുണ്ടായിരുന്നത്. കാവ്യ തല താഴ്ത്തി തൻ്റെ ക്ലാസ്സിലേക്ക് നടക്കുന്നതിനിടയിലാണ് കുട്ടികളുടെ സംസാരത്തിലെ ചില വാക്കുകൾ അവളുടെ ചെവിയിൽ പതിഞ്ഞത്. എടി, നീ അറിഞ്ഞോ, നമ്മുടെ പഴയ രാമചന്ദ്രൻ സാറിന് പകരമായിട്ട് പുതിയൊരു സാറ് വരുന്നുണ്ടെന്ന് കാവ്യയുടെ മുമ്പിലൂടെ നടന്ന ഒരു പെൺകുട്ടി കൂട്ടുകാരിയോട് പറയുന്നത് കേട്ടു. ഓവോ, ആരടിയത്? ഏത് സാറാ? പേരൊന്നും എനിക്ക് കൃത്യമായി അറിയില്ല, പക്ഷെ ഇന്ന് രാവിലെ പ്രിൻസിപ്പലിൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. എൻ്റെ അമ്മോ, കണ്ട ഒരു സിനിമാ നടനാണെന്നേ പറയൂ. എന്ത് ലുക്കാണെന്നോ! നല്ല ഹൈറ്റും ഒരുമാതിരി കലിപ്പൻ ഗെറ്റപ്പും. നമ്മുടെ കോളേജിലെ സകല പെൺകുട്ടികളും ഇന്നു മുതൽ സാറിൻ്റെ പുറകെ ആയിരിക്കും, നോക്കിക്കോ നീ, അവൾ ആവേശത്തോടെ പറഞ്ഞു തീർത്തു. ക്ലാസ്സിലെത്തിയപ്പോഴും അവസ്ഥ മറിച്ചായിരുന്നില്ല. പെൺകുട്ടികൾ പലരും അവരുടെ മുടിയൊക്കെ ഒതുക്കി വെക്കുന്നതും കണ്ണാടി നോക്കി മുഖം മിനുക്കുന്നതും കാവ്യ കണ്ടു. പുതിയതായി വരുന്ന ആ ചുള്ളൻ സാറിനെ കുറിച്ചായിരുന്നു ക്ലാസ് മുറിയിലെ മുഴുവൻ ചർച്ചയും. കാവ്യയ്ക്ക് ഇതൊന്നും കേട്ടിട്ട് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായില്ല. അവൾക്ക് ഇതിലൊന്നും ഒരു താല്പര്യവുമില്ലായിരുന്നു. എങ്ങനെയെങ്കിലും ഈ അധ്യയന വർഷം ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി. ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടിയാൽ എന്തെങ്കിലും ചെറിയ ജോലിക്ക് പോയി സ്വന്തം കാലിൽ നിൽക്കാം എന്ന ചിന്ത മാത്രമായിരുന്നു അവൾക്ക്. കാവ്യ പതിയെ നടന്ന് ക്ലാസ്സിൻ്റെ ഏറ്റവും അവസാനത്തെ ബെഞ്ചിലിരുന്നു. ആരും സാധാരണ അവിടെ വന്നിരിക്കാറില്ല. അവൾക്കത് തന്നെയായിരുന്നു ആശ്വാസവും. ആരും അവളെ ശല്യം ചെയ്യില്ലല്ലോ. ഭാരമേറിയ തൻ്റെ പഴയ ബാഗ് ഡെസ്കിലേക്ക് വെച്ച് അവൾ അതിനു മുകളിലേക്ക് തല ചായ്ച്ചു. ക്ലാസ്സിലെ ഫാനിൻ്റെ കാറ്റ് കൊണ്ടപ്പോൾ അവളുടെ ക്ഷീണിച്ച കണ്ണുകൾ അറിയാതെ അടഞ്ഞുപോയി. എങ്ങനെയെങ്കിലും കുറച്ചു നേരം ഒന്നുറങ്ങണം, ശരീരം വല്ലാതെ തളരുന്നുണ്ട്. പെട്ടെന്നാണ് ക്ലാസ്സിലുണ്ടായിരുന്ന ബഹളങ്ങളെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായത്. സൂചി വീണാൽ കേൾക്കുന്ന നിശബ്ദത ആ ക്ലാസ് മുറിയിൽ നിറഞ്ഞു. ഇടനാഴിയിലൂടെ ഒരു കാൽപെരുമാറ്റം ക്ലാസ്സിലേക്ക് അടുത്തു വരുന്നത് കേൾക്കാമായിരുന്നു. അവൻ ക്ലാസ് മുറിയുടെ വാതിൽക്കൽ വന്ന് നിന്നു. തലചായ്ച്ച് കിടക്കുകയായിരുന്ന കാവ്യ കണ്ണുകൾ പകുതി തുറന്ന് മുന്നിലേക്ക് നോക്കി. വാതിൽക്കൽ നിൽക്കുന്ന ആളെ കണ്ട് ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളും ശ്വാസം അടക്കി പിടിച്ചുപോയി. കേട്ടതൊന്നും വെറുതെയല്ല എന്ന് പെൺകുട്ടികൾക്ക് മനസ്സിലായി. 6 അടിയോളം ഉയരം, വെളുത്ത് സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ. കറുത്ത ഷർട്ടും ഗ്രേ നിറത്തിലുള്ള ഫോർമൽ പാൻറ്റുമായിരുന്നു വേഷം. കൈ മുട്ടോളം മടക്കി വെച്ച ഷർട്ടിൻ്റെ സ്ലീവുകൾക്കിടയിലൂടെ ദൃഢമായ കൈകൾ നന്നായി കാണാമായിരുന്നു. നെറ്റിയിലേക്ക് വീണുകിടക്കുന്ന കുറച്ച് മുടിയിഴകളും കൂർത്ത മൂക്കും അതിന് താഴെയായി കൃത്യമായി വെട്ടിയൊതുക്കിയ കട്ടി മീശയും താടിയും അയാളുടെ മുഖത്തിന് വല്ലാത്തൊരു ആകർഷണീയത നൽകുന്നുണ്ടായിരുന്നു. എന്നാൽ ആ മുഖത്ത് ഒരു തരിമ്പ് പോലും പുഞ്ചിരി ഉണ്ടായിരുന്നില്ല. വളരെ ഗൗരവം നിറഞ്ഞ, കുറച്ചൊന്ന് മുരടൻ സ്വഭാവക്കാരനാണെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നിപ്പിക്കുന്ന ഒരു പ്രകൃതം. അയാളുടെ കണ്ണുകളിൽ വല്ലാത്തൊരു മൂർച്ചയുണ്ടായിരുന്നു. ക്ലാസ്സിലേക്ക് കയറി വന്ന അയാൾ ആരെയും നോക്കി ഒന്ന് ചിരിക്കുകയോ ഗുഡ് മോർണിംഗ് പറയുകയോ ഒന്നും ചെയ്തില്ല. നേരെ വന്ന് കയ്യിലുണ്ടായിരുന്ന രജിസ്റ്ററും പുസ്തകങ്ങളും ടേബിളിലേക്ക് അങ്ങ് വെച്ചു. ക്ലാസ്സിലെ സകല കുട്ടികളും, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, കണ്ണ് ചിമ്മാതെ അയാളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. എന്നാൽ കാവ്യ മാത്രം ഇതെല്ലാം കണ്ട് ഒരു നെടുവീർപ്പോടെ വീണ്ടും തലകുനിച്ചു. കണ്ടിട്ട് ഒരു ദയയില്ലാത്ത പ്രകൃതാണ്. ജ്യോതി മിസ്സിനെ പോലെ വലിയ വില്ലനായിരിക്കുമോ ഈശ്വര, അവൾ മനസ്സിൽ ഓർക്കുക കൂടെ ചെയ്തു. അയാൾ ഡെസ്കിന് മുമ്പിൽ കൈകൾ കെട്ടി നിന്നുകൊണ്ട് ക്ലാസ്സിനെ ഒന്നാകെ ഒന്ന് വീക്ഷിച്ചു. ആ നോട്ടത്തിൽ തന്നെ ഒരുതരം ഭയപ്പെടുത്തുന്ന അധികാരമുണ്ടായിരുന്നു. ഐ ആം രുദ്രദേവ്. വളരെ ഗാംഭീര്യമുള്ള മുഴക്കമുള്ള ശബ്ദത്തിൽ അയാൾ പറഞ്ഞു തുടങ്ങി. രാമചന്ദ്രൻ സാറിന് പകരമായി ഈ സബ്ജക്റ്റ് ഇനി മുതൽ ഞാനായിരിക്കും എടുക്കുന്നത്. എനിക്ക് നിങ്ങളെക്കുറിച്ചോ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചോ അറിയാൻ വലിയ താല്പര്യമില്ല. പക്ഷേ എൻ്റെ ക്ലാസ്സിൽ എനിക്ക് എൻ്റേതായ ചില ചിട്ടകളുണ്ട്.
രുദ്രദേവിൻ്റെ ശബ്ദം ക്ലാസ്സിലാകെ മുഴങ്ങി. പെൺകുട്ടികളുടെ മുഖത്തെ ആരാധന പതിയെ പേടിയിലേക്ക് വഴിമാറുന്നത് പോലെ തോന്നി. എൻ്റെ ക്ലാസ്സിൽ അനാവശ്യമായ സംസാരങ്ങളോ ശ്രദ്ധയില്ലാതിരിക്കുന്നതോ ഞാൻ വെച്ചു പൊറുപ്പിക്കില്ല. പഠിക്കാൻ താല്പര്യമുള്ളവർ മാത്രം ഈ ക്ലാസ്സിലിരുന്നാൽ മതി. അല്ലാത്തവർക്ക് ഇപ്പോഴേ എഴുന്നേറ്റ് പോവാം. ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് ആരുടെയെങ്കിലും ശ്രദ്ധ മറ്റെവിടെയെങ്കിലും ആണെന്ന് കണ്ടാൽ എനിക്കൊരു പക്ഷേ ദേഷ്യം വരും. ഇസ് ദാറ്റ് ക്ലിയർ? അയാളുടെ ചോദ്യം ഒരു താക്കീത് പോലെയായിരുന്നു. യെസ് സാർ. ക്ലാസ് ഒന്നാകെ പേടിയോടെ മൂളി. രുദ്രദേവ് പുസ്തകം തുറന്ന് ബോർഡിലേക്ക് തിരിഞ്ഞ് പാഠഭാഗങ്ങൾ എഴുതാൻ തുടങ്ങി. അയാളുടെ ഓരോ ചലനങ്ങളും വളരെ കൃത്യവും അച്ചടക്കം നിറഞ്ഞതുമായിരുന്നു. ക്ലാസ്സിൽ ഒരു ഈച്ച പാടുന്ന ശബ്ദം പോലുമില്ല. എല്ലാവരും ഭയഭക്തി ബഹുമാനത്തോടെ പുസ്തകം തുറന്നു വെച്ചു. എന്നാൽ കാവ്യയുടെ അവസ്ഥ അതായിരുന്നില്ല. കഴിഞ്ഞ രാത്രിയിലെ ഉറക്കക്ഷീണവും രാവിലത്തെ വിശപ്പും ചേർന്ന് അവളെ വല്ലാതെ തളർത്തിയിരുന്നു. പുതിയ സാർ കണിശക്കാരനാണെന്ന് മനസ്സിലായിട്ടും അവളുടെ കണ്ണുകൾ അടഞ്ഞു പോവുകയായിരുന്നു. കൈവെള്ളയിൽ മുഖം താങ്ങി ബോർഡിലേക്ക് നോക്കാൻ അവൾ പരമാവധി ശ്രമിച്ചു. ഇടയ്ക്ക് ഒന്നോ രണ്ടോ തവണ അവളുടെ തല അറിയാതെ താഴേക്ക് വെട്ടിപ്പോയി. വേഗം ഞെട്ടിയുണർന്ന് അവൾ കണ്ണുകൾ വിടർത്തി പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ക്ലാസ് എടുക്കുന്നതിനിടയിൽ രുദ്രദേവിൻ്റെ കണ്ണുകൾ ക്ലാസ്സിലെ ഓരോ കുട്ടികളിലൂടെയും സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. മുൻബെഞ്ചിലിരിക്കുന്ന കുട്ടികളുടെ ഭാവപ്രകടനങ്ങളോ പെൺകുട്ടികളുടെ ആരാധനയോടെയുള്ള നോട്ടമോ ഒന്നും അയാളെ ഒട്ടും സ്പർശിച്ചില്ല. എന്നാൽ അയാളുടെ മൂർച്ചയേറിയ നോട്ടം പെട്ടെന്നാണ് ക്ലാസ്സിൻ്റെ ഏറ്റവും പുറകിലെ അവസാനത്തെ ബെഞ്ചിൽ കൈകളിൽ തല താങ്ങി ഉറക്കം തൂങ്ങുന്ന കാവ്യയിൽ ചെന്ന് നിന്നത്. രുദ്രദേവിൻ്റെ ശബ്ദം പെട്ടെന്നൊന്ന് നിന്നു. അയാൾ കയ്യിലുണ്ടായിരുന്ന ചോക്ക് പീസ് ഡെസ്കിലേക്ക് ഇട്ടു. ആ ശബ്ദം കേട്ട് കുട്ടികളൊക്കെയും പേടിയോടെ സാറിൻ്റെ മുഖത്തേക്ക് നോക്കി. അയാളുടെ നോട്ടം പുറകിലെ ബെഞ്ചിലേക്കാണെന്ന് മനസ്സിലായി മുൻനിരയിലുള്ളവരും തിരിഞ്ഞു നോക്കി. ഉറക്കത്തോട് മല്ലിട്ട് പാതി മയക്കത്തിലിരുന്നിരുന്ന കാവ്യ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. രുദ്രദേവ് കൈകൾ പോക്കറ്റിലിട്ട് പതിയെ ഡെസ്കിന് വെളിയിലേക്ക് ഇറങ്ങി. അയാളുടെ മുഖത്ത് ദേഷ്യമാണോ അതോ പുച്ഛാണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തൊരു ഭാവമായിരുന്നു. അയാൾ പതിയെ നടന്നു വന്നുകൊണ്ട് കാവ്യ ഇരിക്കുന്ന അവസാന ബെഞ്ചിന് നേർക്ക് നടന്നെടുത്തു. രുദ്രദേവിൻ്റെ ഷൂസിൻ്റെ ശബ്ദം അടുത്തേക്ക് വരുന്തോറും ക്ലാസ് മുറിയിലെ നിശബ്ദതക്ക് കനം കൂടി വന്നു. കുട്ടികളെല്ലാം ശ്വാസം അടക്കി പിടിച്ച് പുറകിലേക്ക് നോക്കുകയാണ്. പെട്ടെന്നാണ് രുദ്രദേവ് കാവ്യയുടെ ഡെസ്കിന് മുന്നിൽ വന്ന് നിന്ന് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഡയറി കടുപ്പത്തിൽ മേശപ്പുറത്തേക്ക് അടിച്ചത്. ആ ശബ്ദം കേട്ടതും കാവ്യ ഒരു നിമിഷം ഞെട്ടിവിറച്ച് കണ്ണു തുറന്നു. മയക്കത്തിൻ്റെ ആലസ്യത്തിൽ നിന്നും പെട്ടെന്ന് ഉണർന്ന് അവൾക്ക് മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ പകച്ചുപോയി. രുദ്രദേവ് കൈകൾ രണ്ടും നെഞ്ചിൽ കെട്ടി ആ കണ്ണുകൾ ചെറുതാക്കി അവളെ രൂക്ഷമായി നോക്കുകയാണ്. മുഖത്ത് കടുത്ത ദേഷ്യവും പുച്ഛവും കലർന്നൊരു ഭാവം. എന്താ ഇവിടെ നടക്കുന്നത്? താൻ ഉറങ്ങാൻ വേണ്ടിയാണോ ഇത്രയും ദൂരം വണ്ടി കയറി ഈ ക്ലാസ്സിലേക്ക് കെട്ടിയെടുത്തത്? രുദ്രദേവിൻ്റെ ശബ്ദം ക്ലാസ് മുറിയുടെ ചുവരുകളിൽ തട്ടി പ്രതിധ്വനിച്ചു. ആ ചോദ്യം കേട്ടതും കാവ്യയുടെ ഉള്ളിലൊരു ഭയം ഇരച്ചു കയറി. അവൾ വിറക്കുന്ന കൈകളോടെ പതിയെ എഴുന്നേറ്റ് നിന്നു. അവളുടെ വിരലുകൾ പരസ്പരം കോർത്തു പിടിച്ചിട്ടുണ്ടായിരുന്നു. തല പൂർണ്ണമായും താഴ്ത്തി തറയിലേക്ക് നോക്കി അവൾ നിശബ്ദയായി നിന്നു. ക്ലാസ്സിലെ ബാക്കി കുട്ടികളുടെ എല്ലാം പരിഹാസം നിറഞ്ഞ നോട്ടം മുഴുവൻ തനിക്ക് നേരെ നീളുന്നുണ്ടെന്ന് അവൾക്ക് മുഖം ഉയർത്താതെ തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? തന്നോടാ ചോദിച്ചത്. രുദ്രദേവ് ശബ്ദം ഒന്ന് ഉറപ്പിച്ചു. അത് സാർ, ഞാൻ... അവൾക്ക് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ശബ്ദം കുഴിയിൽ തങ്ങി നിന്നു. തൻ്റെ പേരെന്താ? കാവ്യ. അവൾ പതിയെ മന്ത്രിച്ചു. ഓ, കാവ്യ. ഒട്ടും ശ്രദ്ധയില്ലാതെ ക്ലാസ്സിലിരിക്കുക, ചോദിക്കുമ്പോൾ മിണ്ടാതിരിക്കുക. ആ, കൊള്ളാം. ബോർഡിലേക്ക് നോക്ക് താൻ, രുദ്രദേവ് പറഞ്ഞു. കാവ്യ പതിയെ മുഖമുയർത്തി ബോർഡിലേക്ക് നോക്കി. അവിടെ അയാൾ എഴുതിയിട്ടിരിക്കുന്ന വലിയൊരു തിയറിയും സമവാക്യങ്ങളും കണ്ടപ്പോൾ അവളുടെ തല കറങ്ങുന്നത് പോലെ തോന്നി. ഞാൻ ഇപ്പോൾ ഇവിടെ എന്താണ് വിശദീകരിച്ചതെന്ന് തനിക്ക് പറയാമോ? ഈ എഴുതിയിരിക്കുന്ന തിയറിയുടെ ബേസിക് കോൺസെപ്റ്റ് എന്താണെന്ന് രുദ്രദേവ് ചോദ്യം എറിഞ്ഞു. കാവ്യയുടെ മനസ്സിൽ ആകെ ശൂന്യതയായിരുന്നു. ഉറക്കച്ചടവും തലേ ദിവസത്തെ തളർച്ചയും കാരണം സാറ് പറഞ്ഞൊരു വാക്കുപോലും അവളുടെ തലയിൽ കയറിയിരുന്നില്ല. അവൾ വീണ്ടും തല താഴ്ത്തി. ഉത്തരം കിട്ടാതെ നിൽക്കുന്ന കാവ്യയെ കണ്ടപ്പോൾ രുദ്രദേവിൻ്റെ മുഖത്തെ കലിപ്പ് കൂടി. അയാൾ 2 അടി കൂടി മുന്നോട്ട് വെച്ച് അവളുടെ തൊട്ടു മുമ്പിൽ വന്ന് നിന്നു. അയാളിൽ നിന്ന് ഉയർന്ന പുരുഷഗന്ധവും ആ ഗാംഭീര്യവും അവളെ കൂടുതൽ ഭയപ്പെടുത്തി. ഉത്തരം അറിയില്ല അല്ലേ? രുദ്രദേവ് ദേഷ്യത്തോടെ ചോദിച്ചു. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് മാത്രം തനിക്ക് ഞാനൊരു വാണിംഗ് കൂടി തരികയാണ്. മേലാൽ എൻ്റെ ക്ലാസ്സിൽ ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കുന്നത് കണ്ടുപോകരുത്. ഇനി ഒരൊറ്റ തവണ കൂടി ഇത് ആവർത്തിച്ചാൽ താൻ ഈ സെമസ്റ്റർ പരീക്ഷ എഴുതില്ല. ഓർത്തു വെച്ചോ. ഇരിക്ക്. കാവ്യ ഒരു വലിയ നെടുവീർപ്പോടെ സീറ്റിലേക്ക് തിരികെ ഇരിക്കാൻ തുടങ്ങി.
അത്രയും വലിയൊരു വഴക്കിൽ നിന്നും തൽക്കാലം രക്ഷപ്പെട്ടല്ലോ എന്ന ആശ്വാസത്തിലായിരുന്നു അവൾ. എന്നാൽ അവൾ പൂർണ്ണമായി ഇരിക്കുന്നതിന് മുമ്പ് ബോർഡിലേക്ക് തിരിയാൻ ആഞ്ഞ രുദ്രദേവ് പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ വീണ്ടും അവൾക്ക് നേരെ തിരിഞ്ഞു. അയാളുടെ കണ്ണുകൾ കാവ്യ ഇരിക്കുന്ന ആ അവസാന ബെഞ്ചിലേക്കും അവളുടെ വിളറിയ മുഖത്തേക്കും നീണ്ടു. വേണ്ട, താൻ അവിടെ ഇരിക്കേണ്ട, രുദ്രദേവ് പെട്ടെന്ന് പറഞ്ഞു. കാവ്യ സാറിനെ നോക്കി അന്തം വിട്ട് നിന്നു. തൻ്റെ ബാഗും പുസ്തകവും എടുത്ത് ആ മുന്നിലെ സീറ്റിലേക്ക് വന്നിരിക്കുക. രുദ്രദേവ് ക്ലാസ്സിലെ ഏറ്റവും മുൻനിരയിലുള്ള ഒഴിഞ്ഞു കിടന്ന ഡെസ്കിലേക്ക് വിരൽ ചൂണ്ടി. അത് കേട്ടതും കാവ്യയുടെ നെഞ്ച് പടപട എന്ന് ഇടിക്കാൻ തുടങ്ങി. അവൾ മുന്നിലെ സീറ്റിലേക്ക് നോക്കി. അവിടെ ഇരിക്കുന്ന പെൺകുട്ടികളുടെ മുഖത്തൊക്കെ വല്ലാത്തൊരു അതൃപ്തിയും പുച്ഛവും പ്രകടമായിരുന്നു. ക്ലാസ്സിലെ ഏറ്റവും വലിയ പണക്കാരായ അഹങ്കാരികളായ കുട്ടികളാണ് മുൻബെഞ്ചിലിരിക്കുന്നത്. തങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരുമായി അടുക്കാൻ പോലും താല്പര്യമില്ലാത്തവർ. അവരുടെ ഇടയിലേക്ക് താൻ ചെന്നിരുന്നാൽ അവർക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ലെന്നും തൻ്റെ വസ്ത്രധാരണത്തെയും അവസ്ഥയെയും അവർ കളിയാക്കുമെന്നും കാവ്യക്ക് നന്നായി അറിയാമായിരുന്നു. അവൾക്ക് അങ്ങോട്ട് മാറാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. കാവ്യ ബാഗ് എടുക്കാതെ അവിടെ തന്നെ മടിച്ചു നിന്നു. രുദ്രദേവ് കുറച്ച് സെക്കൻഡുകൾക്ക് നോക്കി നിന്നിട്ടും അവൾ അനങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ അയാൾക്ക് വീണ്ടും ദേഷ്യം വന്നു തുടങ്ങി. താൻ പറഞ്ഞ ഒരു കാര്യം ഒരു വിദ്യാർത്ഥി അനുസരിക്കാതിരിക്കുക എന്നത് അയാൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തതായിരുന്നു. എന്താ, തനിക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? താൻ എന്താ അവിടെ തന്നെ നിൽക്കുന്നത്? മര്യാദക്ക് ബാഗും എടുത്ത് മുന്നോട്ട് വന്നിരിക്കുക. രുദ്രദേവിൻ്റെ ശബ്ദത്തിൽ ഇത്തവണ കൽപ്പനയും കടുത്ത ദേഷ്യവും ഉണ്ടായിരുന്നു. ക്ലാസ്സിലെ കുട്ടികളെല്ലാം കാവ്യ എന്ത് ചെയ്യുമെന്ന് അറിയാൻ ആകാംക്ഷയോടെ നോക്കി നിന്നു. എന്നാൽ കാവ്യ ഉള്ളിൽ ധൈര്യം സംഭരിച്ച് അവിടെ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് പതിയെ പറഞ്ഞു. വേണ്ട സാർ, ഞാൻ ഇവിടെ ഇരുന്നോളാം. സാർ പഠിപ്പിക്കുന്നത് എനിക്ക് ഇവിടെ ഇരുന്നാലും കേൾക്കാം. ഞാൻ തന്നോട് ചോദിക്കുകയല്ല ചെയ്തത് കാവ്യ. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. അവിടെ ഇരുന്നാൽ തനിക്ക് ഉറക്കം വരും. മുന്നിൽ വന്നിരിക്കുക. രുദ്രദേവ് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഇല്ല സാർ, ഞാൻ മാറുന്നില്ല. കാവ്യ തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നു. അവളുടെ ശബ്ദം വിറക്കുന്നുണ്ടെങ്കിലും അതിലൊരു ദൃഢതയുണ്ടായിരുന്നു. സാറിന് ഞാൻ പഠിച്ചാൽ പോരെ? അത് ഞാൻ നാളെ കൃത്യമായി പഠിച്ചു വന്നിരിക്കും, ഉറപ്പ്. പക്ഷെ ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. അവളുടെ ആ മറുപടി കേട്ടതും ദേവ് ഒരു നിമിഷം സ്തംഭിച്ചു നിന്നുപോയി. ഒരു കോളേജ് അധ്യാപകനായി ചാർജ് എടുത്തതിന് ശേഷം ഇതാദ്യമായാണ് ഒരു പെൺകുട്ടി തൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ എതിർത്ത് സംസാരിക്കുന്നത്. ക്ലാസ്സിലെ കുട്ടികളെല്ലാം ഇനി എന്താവുമോ എന്ന ഭയത്തോടെ വായും പൊളിച്ച് നോക്കിയിരിക്കുന്നുണ്ട്. ദേവിന് സങ്കല്പിക്കാൻ കഴിയുന്നതിലപ്പുറം കടുത്ത ദേഷ്യം ഉള്ളിലേക്ക് ഇരച്ചു കയറി. അയാളുടെ കൈകൾ പോക്കറ്റിനുള്ളിൽ ചുരുട്ടിപ്പിടിച്ചു. മുഖത്തെ ഞരമ്പുകൾ ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. അയാൾ അവളെ നോക്കി എന്തോ കടുപ്പിച്ച് പറയാൻ ആഞ്ഞതാണ്. പക്ഷേ കാവ്യയുടെ കണ്ണുകളിലേക്ക് നോക്കിയ രുദ്രദേവ് പെട്ടെന്ന് ആത്മസംയമനം പാലിച്ചു. എതിർത്ത് സംസാരിക്കുമ്പോഴും അവളുടെ കണ്ണുകളിൽ ഭയവും അതിലുപരി വല്ലാത്തൊരു നിസ്സഹായാവസ്ഥയും നിറഞ്ഞു നിൽക്കുന്നത് അയാൾ ശ്രദ്ധിച്ചു. കരച്ചിലിൻ്റെ വക്കോളം എത്തിയ ഉറക്കമില്ലായ്മ കൊണ്ട് കരിവാളിച്ച കണ്ണുകൾക്ക് പിന്നിൽ എന്തോ വലിയൊരു വേദന ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ആ അധ്യാപകന് തോന്നി. കടുത്ത ദേഷ്യം വന്നിട്ടും അയാൾ വല്ലാത്തൊരു ആത്മനിയന്ത്രണത്തോടെ അത് ഉള്ളിൽ തന്നെ അടക്കി നിർത്തി. അയാൾ ഒരു ദീർഘനിശ്വാസം എടുത്തു. ക്ലാസ് മുറിയിലെ ആ കനത്ത നിശബ്ദതയിലേക്ക് അയാൾ തൻ്റെ ഗാംഭീര്യമുള്ള ശബ്ദം വീണ്ടും തുറന്നു വിട്ടു. ഓക്കെ, തനിക്ക് തൻ്റെ വാക്കിന് വിലയുണ്ടെന്ന് ഞാൻ കരുതുന്നു. നാളെ ഞാൻ ഈ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ തനിക്ക് അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ ഈ രുദ്രദേവിൻ്റെ യഥാർത്ഥ സ്വഭാവം താൻ അറിയും. സിറ്റ് ഡൗൺ. അത്രയും പറഞ്ഞിട്ട് ദേവ് കടുപ്പത്തിൽ തിരിഞ്ഞ് ബോർഡിന് മുന്നിലേക്ക് നടന്നു. കാവ്യ ആശ്വാസത്തോടെ സീറ്റിലേക്ക് ഇരുന്നു. അവളുടെ ശരീരം അപ്പോഴും പേടികൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു. എങ്കിലും മുന്നിലെ ആ പെൺകുട്ടികളുടെ പരിഹാസപാത്രമാകാതെ സ്വന്തം ബെഞ്ചിൽ തന്നെ ഇരിക്കാൻ കഴിഞ്ഞല്ലോ എന്നോർത്ത് അവൾ ആശ്വസിച്ചു. പക്ഷേ നാളത്തേക്ക് ഈ പാഠങ്ങൾ മുഴുവൻ പഠിച്ചു തീർക്കണം എന്ന വലിയൊരു ഭാരം കൂടി ഇപ്പോൾ അവളുടെ തലയിലായിട്ടുണ്ട്. തയ്യലും ട്യൂഷനും വീട്ടുപണിയും കഴിഞ്ഞ് ഇതെല്ലാം എങ്ങനെ പഠിച്ചു തീർക്കും എന്ന ചിന്തയോടെ അവൾ ബോർഡിലേക്ക് തന്നെ നോക്കിയിരുന്നു. ദേവ് അത്രയും കടുപ്പിച്ച് പറഞ്ഞിട്ടും കാവ്യക്ക് അന്ന് രാത്രിയും പുസ്തകം തുറക്കാൻ കഴിഞ്ഞില്ലെന്നായിരുന്നു യാഥാർത്ഥ്യം. ട്യൂഷൻ കഴിഞ്ഞ് തയ്യലും പശുവിൻ്റെ കാര്യങ്ങളും നോക്കി ചെറിയമ്മ ഏൽപ്പിച്ച് വീട്ടുപണികളെല്ലാം തീർത്തപ്പോഴേക്കും അർദ്ധരാത്രി കഴിഞ്ഞിരുന്നു. തളർന്നുറങ്ങിപ്പോയ അവൾ രാവിലെ ഞെട്ടിയുണർന്ന് വീണ്ടും ജോലികളിലേക്ക് മാത്രമാണ് ഓടിയത്. കോളേജിലേക്ക് പുറപ്പെടുമ്പോൾ അവളുടെ ബാഗിൽ രുദ്രദേവ് പറഞ്ഞ ആ വലിയ തിയറികൾ വെറും ഒരു അടഞ്ഞ പുസ്തകമായി ബാക്കി കിടന്നു. പിറ്റേന്ന് ദേവിൻ്റെ പിരീഡ് അടുത്തപ്പോഴേക്കും കാവ്യയുടെ നെഞ്ചിരിപ്പ് അതിൻ്റെ പരമാവധിയിലെത്തിയിരുന്നു. ക്ലാസ് മുറിയിലേക്ക് അയാൾ കയറി വന്നത് ഇന്നലത്തെ അതേ കളിപ്പ് ലുക്കിൽ തന്നെയാണ്. ബുക്ക് മേശപ്പുറത്തേക്ക് വെച്ച ഉടൻ തന്നെ അയാളുടെ മൂർച്ചയുള്ള കണ്ണുകൾ ക്ലാസ് മുറിയുടെ അവസാന ബെഞ്ചിലേക്ക് നീണ്ടു. അവിടെ തല താഴ്ത്തിയിരിക്കുന്ന കാവ്യയെ കണ്ടതും അയാളുടെ ചുണ്ടിൽ ഒരു പരിഹാസ ചിരി വിരിഞ്ഞു. കാവ്യ, സ്റ്റാൻഡ് അപ്പ്. രുദ്രദേവിൻ്റെ ശബ്ദം ക്ലാസ്സിൽ മുഴങ്ങി. കാവ്യ വിറച്ചുകൊണ്ട് എഴുന്നേറ്റു നിന്നു. അവളുടെ മുഖത്ത് ഇന്നലത്തെ ഭയം അപ്പടി ഉണ്ടായിരുന്നു. ഇന്നലെ താൻ എനിക്ക് തന്ന വാക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ?
ഞാൻ ഇന്നലെ ബോർഡിൽ എഴുതിയ ആ തിയറിയും അതിൻ്റെ ആപ്ലിക്കേഷനും എന്താണെന്ന് ഇപ്പോൾ ഒന്ന് വിശദീകരിച്ചേ. ദേവ് കൈകൾ കെട്ടി അവളെ നോക്കി. ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളും കാവ്യയിലേക്ക് തിരിഞ്ഞു. മുൻബെഞ്ചിലെ പെൺകുട്ടികൾ പരസ്പരം നോക്കി വായ പൊത്തിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അവൾക്കൊന്നറിയില്ലെന്ന് അവരുടെ മുഖത്തെ ഭാവങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു. കാവ്യ ഒന്നും മിണ്ടാതെ നിന്നു. അവളുടെ ചുണ്ടുകൾ ചലിച്ചില്ല. എന്താ കാവ്യ, നാവ് ഇറങ്ങിപ്പോയോ? ഇന്നലെ എൻ്റെ മുഖത്ത് നോക്കി വലിയ അഹങ്കാരത്തോടെ സംസാരിച്ചപ്പോൾ ഞാൻ കരുതി താൻ എല്ലാം പഠിച്ചു വരുമെന്ന്. പറയേ. രുദ്രദേവിൻ്റെ ശബ്ദത്തിൽ ദേഷ്യം ഇരച്ചു കയറി. എനിക്കറിയില്ല സാർ. വളരെ ബുദ്ധിമുട്ടിയാണ് കാവ്യ വാക്കുകൾ പുറത്തേക്ക് വിട്ടത്. അത് കേട്ടതും ദേവിൻ്റെ മുഖത്തെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. അയാൾ ഡെസ്കിലേക്ക് കൈകൾ കുത്തി അവളെ ഒന്ന് നോക്കി. അറിയില്ല. എത്ര സിമ്പിളായിട്ട് താനത് പറയുന്നത്. എന്നെ വെല്ലുവിളിച്ചിട്ട് ഒരക്ഷരം പോലും നോക്കാതെ ക്ലാസ്സിലേക്ക് വന്നിരിക്കുന്നു. തനിക്കൊക്കെ എന്തിൻ്റെ അഹങ്കാരമാണ് കാവ്യ? പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ വീട്ടിലിരിക്കണം, അല്ലാതെ മറ്റുള്ളവരുടെ സമയം കളയാൻ ഇങ്ങോട്ട് വരരുത്. ദേവ് കയ്യിലുണ്ടായിരുന്ന പുസ്തകം കടുപ്പത്തിൽ അടച്ചു. എന്നിട്ട് അവളുടെ നേർക്ക് വിരൽ ചൂണ്ടി. ഗെറ്റ് ഔട്ട് ഓഫ് മൈ ക്ലാസ്. ഇപ്പോൾ ഈ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകണം. ദേവിൻ്റെ അലർച്ച കേട്ട് കാവ്യ ഒരു നിമിഷം തരിച്ചുപോയി. അവൾക്ക് ക്ലാസ്സിലെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇങ്ങനെയൊരു അപമാനം താങ്ങാൻ കഴിയുന്നതിലപ്പുറമായിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. നിൽക്ക്, വെറുതെ പുറത്തു പോയി നിൽക്കണ്ട. ദേവ് അവളെ ഒന്ന് തടഞ്ഞു. അയാൾ തൻ്റെ മേശപ്പുറത്തിരുന്ന ടെക്സ്റ്റ് ബുക്ക് എടുത്ത് അവൾക്ക് നേരെ നീട്ടി. ഈ ബുക്കും കൊണ്ട് പുറത്തുപോയി നിന്നോ. എൻ്റെ ഈ 1 മണിക്കൂർ പീരീഡ് കഴിയുന്നതിന് മുമ്പ് ഈ ചാപ്റ്റർ മുഴുവൻ താൻ പഠിച്ചു തീർത്തിരിക്കണം. എൻ്റെ ക്ലാസ് കഴിഞ്ഞാൽ നേരെ സ്റ്റാഫ് റൂമിലേക്ക് വരണം. ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം തന്നില്ലെങ്കിൽ തനിക്കുള്ള പണി ഞാൻ അപ്പം തരും. പോയിക്കോ. കാവ്യ വിറക്കുന്ന കൈകളോടെ സാറിൻ്റെ അടുത്ത് നിന്നും ആ ബുക്ക് വാങ്ങി. കണ്ണീർ തുള്ളികൾ അവളുടെ കവിളിലൂടെ ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. അവൾ ബാഗ് അവിടെ വെച്ച് പുസ്തകവുമായി ക്ലാസ്സിന് വെളിയിലേക്ക് നടന്നു. ക്ലാസ്സിലെ കുട്ടികളുടെ പരിഹാസ ചിരികൾ അവളുടെ കാതുകളിൽ തുളച്ചു കയറുന്നുണ്ടായിരുന്നു. ക്ലാസ്സിന് വെളിയിലെ ഇടനാഴിയിലെ ആ തണുത്ത ചുവരിലേക്ക് ചാടി നിൽക്കുമ്പോൾ കാവ്യയുടെ മനസ്സാകെ തകർന്നിരുന്നു. എല്ലാവരും തന്നെ ഒരു മടിയത്തിയായും അഹങ്കാരിയായും മാത്രമേ കാണുന്നുള്ളൂ. അമ്മയുണ്ടായിരുന്നെങ്കിൽ തനിക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു എന്നോർത്തപ്പോൾ അവളുടെ വിതുമ്പൽ കൂടി. പക്ഷെ അധികം കരഞ്ഞു തീർക്കാൻ അവൾക്ക് സമയമില്ലായിരുന്നു. ദേവിൻ്റെ താക്കീത് അവളുടെ മനസ്സിലുണ്ടായിരുന്നു. അയാൾ പറഞ്ഞ സമയത്തിനുള്ളിൽ ഇത് പഠിച്ചില്ലെങ്കിൽ അയാൾ തന്നെ കോളേജിൽ നിന്ന് പുറത്താക്കാൻ പോലും മടിക്കില്ല. കാവ്യ കണ്ണീരൊപ്പി പുസ്തകം തുറന്നു. അവൾക്ക് പഠിക്കാൻ നല്ല ആഗ്രഹവും മിടുക്കുമുണ്ടായിരുന്നു. സാഹചര്യങ്ങൾ മാത്രമാണ് അവളെ തോൽപ്പിക്കുന്നത്. ഇപ്പോൾ കിട്ടിയ ഈ 1 മണിക്കൂർ അവൾക്ക് മുന്നിൽ വേറെ ചിന്തകളോ ജോലികളോ ഇല്ലായിരുന്നു. അവൾ ശ്രദ്ധയും ആ പുസ്തകത്തിലെ വരികളിലേക്ക് കേന്ദ്രീകരിച്ചു. ദേവ് എഴുതിയ സമവാക്യങ്ങളും തിയറിയും അവൾ ആവർത്തിച്ചു വായിച്ചു. ട്യൂഷൻ എടുക്കുന്നത് കൊണ്ട് തന്നെ ചില ബേസിക് കാര്യങ്ങൾ അവൾക്ക് പെട്ടെന്ന് മനസ്സിലായി. നിമിഷങ്ങൾ കടന്നു പോകുന്തോറും കാവ്യ പാഠഭാഗങ്ങൾ ഓരോന്നായി തൻ്റെ മനസ്സിലേക്ക് ആവാഹിക്കുകയായിരുന്നു. അപ്പോഴേക്കും ആ പീരിയഡ് അവസാനിച്ചുകൊണ്ടുള്ള ബെല്ലടിച്ചു. ക്ലാസ് മുറിയുടെ വാതിൽ തുറന്ന് ദേവ് വെളിയിലേക്ക് ഇറങ്ങി വന്നു. പുസ്തകത്തിൽ തന്നെ നോക്കി നിൽക്കുന്ന കാവ്യ അയാൾ ഒന്ന് ഇരുത്തി നോക്കി. കൂടെ വാ. ഒരൊറ്റ വാക്ക് മാത്രം പറഞ്ഞ് അയാൾ സ്റ്റാഫ് റൂമിലേക്ക് നടന്നു. കാവ്യ ഭയത്തോടെ പുസ്തകവും നെഞ്ചോട് ചേർത്ത് അയാളുടെ പുറകെ നടന്നു. സ്റ്റാഫ് റൂമിലെത്തിയപ്പോൾ ദേവ് തൻ്റെ കസേരയിലേക്ക് ഇരുന്നു. മറ്റധ്യാപകരൊന്നും ആ സമയം അവിടെ ഉണ്ടായിരുന്നില്ല. അയാൾ മേശപ്പുറത്തേക്ക് കൈകൾ വെച്ച് കാവ്യയെ ഒന്ന് നോക്കി. തുടങ്ങിക്കോ. എന്തൊക്കെയാണ് ആ ചാപ്റ്ററിലുള്ളതെന്ന് എനിക്ക് പറഞ്ഞു തരണം. ഒപ്പം ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടിയും തരണം. ദേവ് കടുപ്പത്തിൽ പറഞ്ഞു. കാവ്യ ഒരു ദീർഘനിശ്വാസം എടുത്തു. എന്നിട്ട് അവൾ വായിച്ചു മനസ്സിലാക്കിയ കാര്യങ്ങൾ ഓരോന്നായി പറയാൻ തുടങ്ങി. തിയറി, അതിൻ്റെ പ്രധാന ഉദ്ദേശ്യം, അതിൽ ഉപയോഗിച്ചിരിക്കുന്ന സമവാക്യങ്ങൾ, അങ്ങനെ വലിയ തെറ്റുകളൊന്നുമില്ലാതെ അവളെല്ലാം കൃത്യമായി വിവരിച്ചു. ഇടയ്ക്ക് ദേവ് വളരെ കുഴപ്പിക്കുന്ന ചില ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും കാവ്യ തൻ്റെ ബുദ്ധി ഉപയോഗിച്ച് അതിനെല്ലാം കൃത്യമായി മറുപടികൾ തന്നെ നൽകി. അവളുടെ മറുപടികൾ കേൾക്കുന്തോറും ദേവിൻ്റെ മുഖത്തെ കടുപ്പം പതിയെ കുറഞ്ഞു വരുന്നത് പോലെ തോന്നി. അയാളുടെ കണ്ണുകളിൽ ഒരു ചെറിയ അത്ഭുതം പ്രകടമായി. 1 മണിക്കൂർ കൊണ്ട് ഇത്രയും കഠിനമായ ഒരു ചാപ്റ്റർ ഇത്രയും വ്യക്തതയോടെ പഠിച്ചെടുക്കാൻ ഒരു സാധാരണ വിദ്യാർത്ഥിക്ക് കഴിയില്ല എന്ന് ആ അധ്യാപകന് നന്നായി അറിയാമായിരുന്നു. അവൾക്ക് നല്ല അസാധ്യമായ കഴിവുണ്ടെന്ന് അയാൾക്ക് ബോധ്യമായി. കാവ്യ പറഞ്ഞു നിർത്തിയപ്പോൾ ദേവ് കുറച്ച് സമയം അവളെ തന്നെ നോക്കിയിരുന്നു. എന്നിട്ട് മേശപ്പുറത്തിരിക്കുന്ന പേനയെടുത്ത് വിരലുകൾക്കിടയിലിട്ട് തിരിച്ചുകൊണ്ട് അയാളോട് ചോദിച്ചു. തനിക്ക് ഇത്രയും നന്നായി പഠിക്കാൻ അറിയാമല്ലോ കാവ്യ. ഇത്രയും ബുദ്ധിയുള്ള തനിക്ക് ഇന്നലെ രാത്രി ഇതൊന്ന് നോക്കിക്കൂടായിരുന്നോ? എന്നെക്കൊണ്ട് ഇത്രയും പറയിപ്പിക്കണമായിരുന്നോ? ദേവിൻ്റെ ചോദ്യം കേട്ടതും കാവ്യ ഒരു നിമിഷം മൗനമായി നിന്നു. അവളുടെ കണ്ണുകൾ വീണ്ടും നിറയാൻ തുടങ്ങി. ഉള്ളിൽ അടക്കി പിടിച്ചിരിക്കുന്ന സകല സങ്കടങ്ങളും ആ ചോദ്യത്തോടെ പുറത്തേക്ക് വരാൻ തിടുക്കം കൂട്ടി. അവൾ പതിയെ മുഖം ഉയർത്തി അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി. എനിക്ക് സമയം കിട്ടുമ്പോഴല്ലേ സാർ പഠിക്കാൻ കഴിയൂ.
അവളുടെ ശബ്ദം ഇടറിയിരുന്നു. പഠിക്കണമെന്ന് ആഗ്രഹം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ സാർ. അവളുടെ മറുപടി രുദ്രദേവിനെ ശരിക്കും സ്തംഭിപ്പിച്ച് കളഞ്ഞു. സമയം കിട്ടുമ്പോൾ പഠിക്കാമെന്ന് അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം അയാൾക്ക് ശരിക്കും മനസ്സിലായില്ല. സമയം കിട്ടുകയോ? കോളേജ് കഴിഞ്ഞ പിന്നെ തനിക്ക് എന്താ എത്ര വലിയ ജോലി? ദേവ് കൗതുകത്തോടെ ചോദിച്ചു. കാവ്യ ഒന്നും മറുപടി പറഞ്ഞില്ല. തൻ്റെ വീട്ടിലെ അവസ്ഥയും ചെറിയമ്മയുടെ പീഡനങ്ങളും തയ്യലും ട്യൂഷനുമൊക്കെ മറ്റൊരാളുടെ മുന്നിൽ പറഞ്ഞ് സഹതാപം പിടിച്ചു പറ്റാൻ അവളുടെ ആത്മാഭിമാനം അനുവദിച്ചില്ല. അവൾ കണ്ണീരൊപ്പി രുദ്രദേവിൻ്റെ കയ്യിലിരിക്കുന്ന പുസ്തകം വാങ്ങി ബാഗിലേക്ക് വെച്ചു. ഞാൻ പൊയ്ക്കോട്ടെ സാർ, അവൾ പതിയെ ചോദിച്ചു. ദേവ് ഒന്നും പറയാതെ തലയാട്ടി. കാവ്യ സ്റ്റാഫ് റൂമിൽ നിന്ന് വെളിയിലേക്ക് നടന്നു പോകുമ്പോൾ ദേവിൻ്റെ കണ്ണുകൾ അവളുടെ ആ പഴയ ബാഗിലേക്കും വിളറിയ മുഖത്തേക്കുമായിരുന്നു. അവളുടെ ആ ഒരൊറ്റ മറുപടി അയാളുടെ മനസ്സിൽ വലിയൊരു ചോദ്യചിഹ്നമായി ബാക്കി നിന്നു. വെറുമൊരു മടിയുള്ള പെൺകുട്ടിയല്ല അവളെന്നും അവളുടെ ഈ ഉറക്കം തൂങ്ങലിനും ശ്രദ്ധക്കുറവിനും പിന്നിൽ താൻ അറിയാത്ത എന്തോ വലിയൊരു കഥയുണ്ടെന്നും ആ അധ്യാപകന് മനസ്സിലായി. കാവ്യ എന്ന പെൺകുട്ടിയോട് ദേവിനുള്ളിൽ വല്ലാത്തൊരു കൗതുകവും അവളെ അറിയാനുള്ള താല്പര്യവും തോന്നി തുടങ്ങുകയായിരുന്നു. കാവ്യയെ ദേവ് ശ്രദ്ധിച്ചു തുടങ്ങി. ചുരുങ്ങിയ ദിവസങ്ങളിൽ തന്നെ അവൾക്ക് നല്ല കഴിവുണ്ടെന്ന് അയാൾക്ക് തോന്നി. അതേപോലെ എന്തൊക്കെയോ സാഹചര്യങ്ങൾ അവളെ പിന്നോട്ട് വലിക്കുന്നുണ്ട് എന്നും അയാൾക്ക് തീർച്ചയായിരുന്നു. മാസങ്ങൾ ഓടി മറഞ്ഞുകൊണ്ടിരുന്നു. രുദ്രൻ്റെ മനസ്സിൽ കാവ്യയുടെ മുഖം കൂടുതൽ വേരുറപ്പിച്ചു, പറിച്ചറിയാൻ കഴിയാത്ത വിധം. പക്ഷെ കാവ്യക്കാകട്ടെ തിരികെ അയാളോട് അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയതുമില്ല. ദേവ് ആ ക്യാമ്പസിലേക്ക് വന്നിട്ട് മാസങ്ങൾ കഴിഞ്ഞിരുന്നു. കാവ്യയെ മറ്റുള്ളവർ വെറും ഒരു അലസതയുള്ളവളായി കണ്ടപ്പോൾ ദേവ് അവളുടെ ഉള്ളിലെ തിളക്കമുള്ള പ്രതിഭയെ തിരിച്ചറിഞ്ഞു. ക്ലാസ്സിൽ അവൾ ഉറക്കം തൂങ്ങുമ്പോൾ മുമ്പത്തെ പോലെ അയാൾ ദേഷ്യപ്പെട്ടില്ല. പകരം ആ കണ്ണുകളിലെ തളർച്ചയ്ക്ക് പിന്നിലെ കാരണം തിരയാനാണ് അയാൾ ശ്രമിച്ചത്. എന്നാൽ കാവ്യയാകട്ടെ തൻ്റെ ജീവിതത്തിലേക്ക് പടരുന്ന ആ അധ്യാപകൻ്റെ ശ്രദ്ധ തിരിച്ചറിയുന്നുണ്ടായിരുന്നുവെങ്കിലും അതിനെയെല്ലാം ഒരു ഭയത്തോടെ അകറ്റി നിർത്താനാണ് ശ്രമിച്ചത്. പ്രണയിക്കാനോ പ്രണയിക്കപ്പെടാനോ ഉള്ള അർഹത തനിക്കില്ലെന്ന തോന്നൽ അവളുടെ മനസ്സിൽ അത്രമേൽ ആഴത്തിൽ പതിഞ്ഞിരുന്നു. അങ്ങനെയിരിക്കെയാണ് കോളേജിലെ വാർഷികാഘോഷങ്ങളുടെ ദിവസം വന്നെത്തിയത്. പ്രോഗ്രാമുകളിലൊന്നും പങ്കെടുത്തില്ലെങ്കിലും സ്റ്റേജിൻ്റെ പിന്നണിയിലും ഡിപ്പാർട്ട്മെൻറ്റിലും ഒക്കെയായി അധ്യാപകരെ സഹായിക്കാൻ കാവ്യയുണ്ടായിരുന്നു. പരിപാടികളൊക്കെ കഴിഞ്ഞ് ക്യാമ്പസ് ഒഴിഞ്ഞപ്പോൾ നേരെ ഒരുപാട് വൈകിയിരുന്നു. കോളേജ് ഗേറ്റിന് വെളിയിലേക്ക് നടക്കുമ്പോൾ ആകാശം കറുത്തിരുണ്ടിട്ടുണ്ടായിരുന്നു. അവസാനത്തെ ബസ്സും പോയി കഴിഞ്ഞിരുന്നു എന്ന് മനസ്സിലായപ്പോൾ കാവ്യയുടെ ഉള്ളിൽ ഭയം രച്ചു കയറി. വീട്ടിൽ ചെന്നാൽ ചെറിയമ്മ കാത്തു വെച്ചിരിക്കുന്ന നരകം അവൾക്ക് ഓർക്കാൻ കൂടെ കഴിയില്ലായിരുന്നു. പെട്ടെന്നാണ് കറുത്തൊരു കാർ അവൾക്ക് മുന്നിൽ വന്ന് ബ്രേക്കിട്ടത്. ഗ്ലാസ് താഴ്ത്തി രുദ്രദേവ് അവളെ ഒന്ന് നോക്കി. കാവ്യ, കയറടോ, നേരെ ഒരുപാട് വൈകി. ഈ സമയത്ത് ഇനി ബസ്സൊന്നും കിട്ടില്ല. ദേവിൻ്റെ ശബ്ദത്തിൽ പതിവ് ഗാംഭീര്യത്തിനൊപ്പം ഒരു കരുതൽ കൂടെ ഉണ്ടായിരുന്നു. വേണ്ട സർ, ഞാൻ നടന്നോളാം, അധിക ദൂരമില്ലല്ലോ. കാവ്യ മടിച്ചു നിന്നു. ഞാൻ പറഞ്ഞാൽ അനുസരിക്കണമെന്ന് നിനക്ക് ഇനിയും മനസ്സിലായിട്ടില്ല കാവ്യ, കയറാൻ നോക്ക്. ദേവ് കാറിൻ്റെ ഡോർ തുറന്നു കൊടുത്തു. മറ്റൊരു വഴിയില്ലാത്തത് കൊണ്ട് പേടിയോടെങ്കിലും അവൾ കാറിൻ്റെ മുൻസീറ്റിലേക്ക് കയറിയിരുന്നു. യാത്രയിലുടനീളം കാറിനുള്ളിൽ കനത്ത നിശബ്ദതയായിരുന്നു. ദേവ് വണ്ടി ഓടിക്കുന്നതിനിടയിൽ ഇടക്കണ്ണാലെ അവളെ നോക്കുന്നുണ്ടായിരുന്നു. അവളുടെ വിരലുകൾ ഭയം കൊണ്ട് കോർത്തു പിടിച്ചിരിക്കുന്നത് അയാൾ കണ്ടു. അവൾ പറഞ്ഞ വഴിയിലൂടെ യാത്ര ചെയ്ത് ഒടുവിൽ കാർ കാവ്യയുടെ വീടിൻ്റെ മുമ്പിൽ വന്ന് നിന്നു. ദരിദ്രമായ പെയിൻ്റൊക്കെ അടർന്നു പോവാറായ ഒരു ചെറിയ വീട്. കാറിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയ കാവ്യയെ ഞെട്ടിച്ചുകൊണ്ട് വീടിൻ്റെ ഉമ്മറത്തേക്ക് അവളുടെ അച്ഛനും ചെറിയമ്മയും ഇറങ്ങി വന്നു. ലക്ഷറി കാറിൽ നിന്നും ഇറങ്ങുന്ന കാവ്യയെ കണ്ടതും ചെറിയമ്മയുടെ മുഖം കോപത്താൽ ചുവന്നു. ഓഹോ, അപ്പം ഇതാണല്ലേ കോളേജ് കഴിഞ്ഞിട്ടും വരാൻ വൈകിയതിൻ്റെ പൂരം. വൻ വണ്ടികളിലൊക്കെയാണല്ലോ ഇപ്പോൾ കറക്കം, ചെറിയമ്മ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ആരാടി ഇവൻ? കണ്ടവന്മാരുടെ കൂടെ ചുറ്റി കറങ്ങാനാണോ നിന്നെ നാട്ടുകാരുടെ പിച്ചക്കാശ് വാങ്ങിച്ച് അങ്ങോട്ട് കെട്ടിയെടുത്തത്? അച്ഛനും കൂടെ ചേർന്നു. അവരുടെ വാക്കുകൾ കേട്ട് കാവ്യയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവൾ തല താഴ്ത്തി വിതുമ്പാൻ തുടങ്ങി. എന്നാൽ കാറിൽ നിന്നിറങ്ങി വന്ന രുദ്രദേവിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് കടത്തിയിട്ടുണ്ടായിരുന്നു. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. ദേവിൻ്റെ ഇടിമുഴക്കം പോലെയുള്ള ശബ്ദം ആ പറമ്പാകെ മുഴങ്ങി. ഞാൻ അവളുടെ കോളേജിലെ പ്രൊഫസറാണ് രുദ്രദേവ്. കോളേജിലെ പരിപാടികൾ കാരണം വൈകിയതുകൊണ്ട് ഞാനാണ് അവളെ ഇവിടെ കൊണ്ടാക്കിയത്. സ്വന്തം മകളെക്കുറിച്ച് ഇത്രയും വൃത്തികെട്ട വാക്കുകൾ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? താനാരാടോ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ? ഇവൾ ഞങ്ങളുടെ ചോറാണ് തിന്നുന്നത്. അനാഥയെ പോലെ കിടന്നവളെ വളർത്തിയത് ഞങ്ങളാണ്. ഇവളുടെ സ്വഭാവം ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. ചെറിയമ്മ വിട്ടുകൊടുക്കാതെ അലറി. അതുവരെ കാത്തു സൂക്ഷിച്ച സകല ആത്മസംയമനവും ദേവിന് നഷ്ടമായി. അയാൾ കാവ്യയുടെ അടുത്ത് ചെന്ന് അവളുടെ തോളിൽ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ദമ്പതികൾക്ക് നേരെ വിരൽ ചൂണ്ടി. ഇനി ഒരൊറ്റ വാക്ക് കാവ്യയെക്കുറിച്ച് മോശമായി പറഞ്ഞ ഈ രുദ്രൻ്റെ മറ്റൊരു മുഖം നിങ്ങൾ കാണും. ഇവൾ അനാഥയല്ല, ശരിക്കും കേട്ടോ.
എൻ്റെ പെണ്ണാണിവൾ. ഈ രുദ്രദേവ് മനസ്സിൽ പ്രതിഷ്ഠിച്ച പെണ്ണ്. ഇനി മേൽ ഇവളെ വേദനിപ്പിക്കാൻ നോക്കിയാൽ വിടില്ല, ഞാൻ ഒരുത്തനെയും വിടില്ല. ദേവിൻ്റെ ആ വാക്കുകൾ കേട്ട് അച്ഛനും ചെറിയമ്മയും ഭയന്നുപോയി. എന്നാൽ അവരേക്കാൾ ഞെട്ടിയത് കാവ്യയായിരുന്നു. അവൾ വിടർന്ന കണ്ണുകളോടെ വിശ്വസിക്കാനാവാതെ ദേവിൻ്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ നെഞ്ചെടുപ്പ് നിലച്ചതുപോലെ തോന്നി. തൻ്റെ പെണ്ണാണെന്നോ? സാർ എന്താണ് ഈ പറയുന്നത്? അവരെ രണ്ടുപേരെയും ഒന്ന് ഉറപ്പിച്ച് നോക്കിയിട്ട് ദേവ് കാവ്യക്ക് നേരെ തിരിഞ്ഞു. അപ്പോൾ അയാളുടെ കണ്ണുകളിൽ വല്ലാത്തൊരു ആർദ്രതയുണ്ടായിരുന്നു. അകത്തേക്ക് പോയിക്കോളൂ, നാളെ കാണാം, അയാൾ പതിയെ പറഞ്ഞു. കാവ്യ ഒന്നും മിണ്ടാനാകാതെ ഒരു യന്ത്രപ്പാവയെ പോലെ അകത്തേക്ക് നടന്നു. പിറ്റേന്ന് രാവിലെ കോളേജിലെത്തുമ്പോൾ കാവ്യയുടെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. തലേ ദിവസം രാത്രി അവൾക്കൊരു തരിമ്പ് പോലും ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. ദേവ് സാറിൻ്റെ വാക്കുകൾ അവളുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. പിറ്റേന്ന് ക്ലാസ് തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് അവൾ സ്റ്റാഫ് റൂമിന് മുന്നിലെ ഇടനാഴിയിൽ വെച്ച് അയാളെ കാത്തുനിന്നു. കയ്യിൽ ബുക്കുകളുമായി നടന്നു വരുന്ന രുദ്രദേവിനെ കണ്ടതും അവൾ മുന്നോട്ട് ചെന്നു. അയാൾ അവളെ കണ്ടതും നടത്തത്തിൻ്റെ വേഗത കുറച്ച് ചുണ്ടിൽ ഒരു നേർത്ത കുസൃതി ചിരിയോടെ അവളുടെ മുന്നിൽ വന്ന് നിന്നു. ഇന്നലത്തെ ആ കലിപ്പൻ ഭാവമെല്ലാം മാറി വല്ലാത്തൊരു കാന്തികത ആ മുഖത്തുണ്ടായിരുന്നു. സാറേ, എന്തിനാ ഇന്നലെ അവിടെ വന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത്? കാവ്യ ശബ്ദം താഴ്ത്തി എന്നാൽ പരിഭവത്തോടെ ചോദിച്ചു. അവളുടെ കണ്ണുകളിൽ വല്ലാത്തൊരു പരിഭ്രമം ഉണ്ടായിരുന്നു. ദേവ് അവളിലേക്ക് അല്പം ചാഞ്ഞു നിന്നു. അയാളിൽ നിന്ന് ഉയർന്ന ആ പരിചിതമായ പുരുഷഗന്ധം കാവ്യയുടെ ശ്വാസത്തെ പോലും തടസ്സപ്പെടുത്തുന്നത് പോലെ തോന്നി. ഞാൻ എന്താണ് തെറ്റായി പറഞ്ഞത് കാവ്യ? ദേവ് ശബ്ദം താഴ്ത്തി ആ മൂർച്ചയുള്ള കണ്ണുകൾ അവളുടെ കണ്ണുകളിലേക്ക് കോർത്തു വെച്ചുകൊണ്ട് ചോദിച്ചു. സർ, ഞാൻ സാറിൻ്റെ പെണ്ണാണെന്ന് അങ്ങനെ പറയാൻ പാടുണ്ടായിരുന്നോ? എന്നെപ്പോലൊരു സാധാരണക്കാരിയെ. അവൾ വാക്കുകൾ കിട്ടാതെ തപ്പിത്തടഞ്ഞു. എനിക്ക് നിന്നെ ഇഷ്ടമായത് കൊണ്ട് തന്നെയാണ് കാവ്യ ഞാൻ അങ്ങനെ പറഞ്ഞത്. വളരെ ശാന്തമായി എന്നാൽ അത്രമേൽ ആഴത്തിൽ ദേവ് അത് പറഞ്ഞു തീർത്തു. ആ വാക്കുകളിലെ പ്രണയം കാവ്യയുടെ ഉള്ളിലേക്ക് ഒരു മയിൽപ്പീലി സ്പർശം പോലെ പെയ്തിറങ്ങി. നിന്റെ ഈ കണ്ണുകളുണ്ടല്ലോ, അതിലേക്ക് നോക്കിയപ്പോഴാണ് ആദ്യമായി എനിക്ക് ഒരാളോട് പ്രണയം തോന്നിയത്. നിന്റെ സാഹചര്യങ്ങളോ നിന്റെ ദാരിദ്ര്യമോ ഒന്നും എനിക്ക് പ്രശ്നമല്ല. എനിക്ക് നിന്നെ വേണം. നിന്നെ എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സംരക്ഷിക്കണം. തനിക്കും എന്നെ ഇഷ്ടമല്ല കാവ്യ. ദേവിൻ്റെ ശബ്ദത്തിൽ പ്രണയത്തിൻ്റെ അതിതീവ്രമായ ആർദ്രത നിറഞ്ഞു നിന്നിരുന്നു. അയാൾ അവളുടെ മുഖത്തേക്ക് നോക്കി ഒരു മറുപടിക്കായി കാത്തു നിന്നു. കാവ്യയുടെ ഉള്ളിൽ അയാളോടുള്ള പ്രണയം ഒരു വലിയ കടലായി ഇരമ്പുന്നുണ്ടായിരുന്നു. തന്നെ ഇത്രമേൽ മനസ്സിലാക്കിയ, തനിക്ക് വേണ്ടി സംസാരിച്ച ഈ മനുഷ്യനെ അവൾക്ക് എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കാൻ കഴിയും? പക്ഷെ തൻ്റെ അവസ്ഥകൾ ഓർത്ത് അവൾ ആ ഇഷ്ടം പുറത്ത് കാണിക്കാൻ മടിച്ചു. അവൾ പതിയെ തല താഴ്ത്തി നെഞ്ചിരിപ്പ് മറച്ചു വെക്കാൻ ശ്രമിച്ചുകൊണ്ട് നുണ പറഞ്ഞു. ഇല്ല സാർ, എനിക്ക് സാറിനോട് അങ്ങനെ ഒരു ഇഷ്ടമില്ല. ഞാൻ വെറൊരു വിദ്യാർത്ഥി മാത്രമാണ്. അവളുടെ ആ മറുപടി കേട്ടിട്ടും ദേവ് നിരാശനായില്ല. അവളുടെ വിറക്കുന്ന ചുണ്ടുകളും താഴേക്ക് തടഞ്ഞു നിൽക്കുന്ന നോട്ടവും അവൾ നുണ പറയുകയാണെന്ന് ആ അധ്യാപകന് വ്യക്തമാക്കി കൊടുത്തിരുന്നു. ദേവ് അവളുടെ മുഖത്തേക്ക് നോക്കി ആ കള്ളച്ചിരിയോടെ ഒന്നുകൂടി അടുത്തു വന്നു. എന്നിട്ട് വളരെ കുസൃതിയോടെ അവളുടെ കാതോരം പറഞ്ഞു. സാരല്ലടോ, കള്ളം പറയുമ്പോൾ നിൻ്റെ ഈ മുഖം കൂടുതൽ ഭംഗിയുള്ളതാവും. ഇപ്പോൾ നീ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ നിൻ്റെ ഉള്ളിലെ ഇഷ്ടം എന്നോട് തുറന്നു പറയുന്ന ആ ദിവസത്തിനായി ഈ ദേവ് കാത്തിരിക്കും, എത്ര കാലം വേണമെങ്കിലും. അത്രയും പറഞ്ഞ് ഒരു കള്ളച്ചിരിയോടെ ദേവ് ക്ലാസ് മുറിയിലേക്ക് നടന്നു നീങ്ങി. കാവ്യ തൻ്റെ നെഞ്ചിൽ കൈവച്ച് ആ ഇടനാഴിയിലെ ചുവരിലേക്ക് ചാടി നിന്നു. അവളുടെ ഹൃദയം ഇപ്പോൾ മിടിച്ചുയരുന്നുണ്ടായിരുന്നു. ദേവിൻ്റെ വാക്കുകൾ കാവ്യയുടെ ഉള്ളിൽ പെയ്തിറക്കിയ പ്രണയത്തിൻ്റെ കൊടുങ്കാറ്റ് ചെറുതൊന്നുമായിരുന്നില്ല. ക്ലാസ് മുറിയിലും ക്യാമ്പസ് ഇടനാഴികളിലും പിന്നീട് കഴിഞ്ഞുപോയ ഓരോ ദിവസങ്ങളിലും അവൾ അത് ആവോളം അനുഭവിച്ചറിഞ്ഞു. അവൾ മുഖം കൊടുത്തില്ലെങ്കിലും ദേവിൻ്റെ മൂർച്ചയുള്ള കണ്ണുകൾ എപ്പോഴും തന്നെ പിന്തുടരുന്നുണ്ടെന്ന് കാവ്യക്ക് നന്നായി അറിയാമായിരുന്നു. ക്ലാസ്സിൽ ബോർഡിലേക്ക് തിരിഞ്ഞു നിന്ന് പഠിപ്പിക്കുമ്പോൾ പോലും അയാളുടെ ശ്രദ്ധ മുഴുവൻ അവസാന ബെഞ്ചിലിരിക്കുന്ന തൻ്റെ മേലാണെന്ന് അവൾക്ക് തോന്നി. ഇടയ്ക്കൊക്കെ കാവ്യ അറിയാതെ നോക്കുമ്പോൾ ദേവിൻ്റെ ചുണ്ടിൽ ആ പരിചിതമായ കുസൃതി ചിരി വിരിയും. ആ നോട്ടങ്ങളൊക്കെയും അവളുടെ ഹൃദയത്തിൻ്റെ ഏറ്റവും ആഴങ്ങളിലേക്കാണ് ഉടക്കുന്നത്. താൻ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോഴും തൻ്റെ സ്വപ്നങ്ങളിലും ചിന്തകളിലും ആ കലിപ്പൻ സാർ മാത്രമായി ചുരുങ്ങുന്നത് അവൾ ഭയത്തോടെയും എന്നാൽ അതിലേറെ ഇഷ്ടത്തോടെയും തിരിച്ചറിഞ്ഞു. രാത്രിയിൽ തയ്യൽ മെഷീൻ്റെ ചക്രം തിരിക്കുമ്പോഴും പുലർച്ചെ വീട്ടുപണികൾ ചെയ്യുമ്പോഴും ദേവ് തൻ്റെ കാതോരം പറഞ്ഞ വാക്കുകൾ അവളിൽ ഒരു മയിൽപ്പീലി സ്പർശമായി വന്നുകൊണ്ടേയിരുന്നു. എങ്കിലും ഉള്ളിലുള്ള പ്രണയം പുറത്തു പറയാൻ അവൾ തയ്യാറായില്ല. തൻ്റെ ദയനീയമായ സാഹചര്യം അയാളുടെ ജീവിതത്തിനൊരു ശാപമാകരുത് എന്ന് മാത്രമായിരുന്നു ആ പാവം പെൺകുട്ടിയുടെ ചിന്ത. അങ്ങനെയിരിക്കെയാണ് പെട്ടെന്നൊരു ദിവസം മുതൽ കാവ്യ കോളേജിൽ വരാതെയാകുന്നത്. 1-ാം ദിവസവും 2-ാം ദിവസവും കഴിഞ്ഞപ്പോൾ ദേവ് കരുതി അവൾക്ക് എന്തെങ്കിലും അസുഖമായിരിക്കുമെന്ന്.
എന്നാൽ ഒരാഴ്ചത്തോളം കഴിഞ്ഞിട്ടും കാവ്യയുടെ സീറ്റ് ഒഴിഞ്ഞു കിടന്നപ്പോൾ രുദ്രദേവിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു അസ്വസ്ഥത പടർന്നു. ക്ലാസ്സിൽ കയറിയാൽ ആ അവസാന ബെഞ്ചിലേക്ക് നോക്കാൻ അയാൾക്ക് തോന്നിയില്ല. അവളുടെ അഭാവം അയാളെ അത്രമേൽ വല്ലാതെ ശ്വാസം മുട്ടിച്ചു തുടങ്ങിയിരുന്നു. ഒടുവിൽ സഹികെട്ട് ദേവ് ക്ലാസ്സിലെ കുട്ടികളോട് അന്വേഷിച്ചു. അപ്പോഴാണ് കാവ്യയുടെ അയൽപക്കത്ത് താമസിക്കുന്ന അഞ്ജലി എന്ന പെൺകുട്ടി ആ വിവരം പറഞ്ഞത്. "സാർ, കാവ്യയുടെ കല്യാണം ഉറപ്പിച്ചെന്ന് കേട്ടു. നാട്ടിലെ ഏതൊരു വലിയ പണക്കാരനായിട്ടാണ്. അവർക്ക് പഠിക്കാൻ വരാൻ വീട്ടുകാർ സമ്മതിക്കുന്നില്ല എന്നാണ് തോന്നുന്നത്." അഞ്ജലിയുടെ ആ വാക്കുകൾ കേട്ടതും രുദ്രദേവിൻ്റെ നെഞ്ചിലൊരു ഇടിത്തിയ പോലെയാണ് അത് വീണത്. കൈകൾ പോക്കറ്റിലിട്ട് ജനാലയിലേക്ക് തിരിഞ്ഞു നിന്ന അയാളുടെ മുഖത്തെ ഞരമ്പുകൾ ദേഷ്യം കൊണ്ടും ഭയം കൊണ്ടും വിരിഞ്ഞു മുറുകി. അവൾ തൻ്റെ പെണ്ണാണെന്ന് ആ വീട്ടിൽ ചെന്ന് ഉറപ്പിച്ചു പറഞ്ഞിട്ടും അവർ തനിക്കിട്ട് പണിതതാണെന്ന് ദേവിന് മനസ്സിലായി. മറ്റൊന്നും ചിന്തിക്കാൻ അയാൾക്ക് സമയമുണ്ടായിരുന്നില്ല. ദേവ് തൻ്റെ കാറിൻ്റെ കീയും എടുത്ത് പാർക്കിംഗ് ഏരിയയിലേക്ക് ഓടി. കാർ കാവ്യയുടെ വീടിൻ്റെ മുന്നിലേക്ക് ചെന്ന് നിൽക്കുമ്പോൾ അവിടെ വലിയൊരു പന്തൽ ഉയർന്നിട്ടുണ്ടായിരുന്നു. വിവാഹ നിശ്ചയത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ തകൃതിയായി നടക്കുകയാണ്. കാറിൽ നിന്നിറങ്ങിയ ദേവ് ഉമ്മറത്തേക്ക് നടന്നു. ചുറ്റും കൂടി നിന്ന നാട്ടുകാർ ആ ഗാംഭീര്യമുള്ള ചെറുപ്പക്കാരനെ നോക്കി അത്ഭുതപ്പെട്ടു. ഉമ്മറത്തെ ഹാളിലേക്ക് കയറിയ ദേവ് കണ്ടത് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന കാവ്യയാണ്. ഒരു തരിമ്പ് പോലും ജീവനില്ലാത്ത ഒരു യന്ത്രപ്പാവയെ പോലെയാണ് അവൾ നിന്നത്. കണ്ണുകൾ കരഞ്ഞു കലങ്ങിയിരിക്കുന്നു. അവളുടെ അരികിലായി നിൽക്കുന്ന ആളെ കണ്ടപ്പോൾ ദേവിൻ്റെ ഉള്ളിൽ അറപ്പും ദേഷ്യവും ഇരച്ചു കയറി. തല നരച്ച 50-ലധികം പ്രായം തോന്നിക്കുന്ന ക്രൂരമായ കണ്ണുകളുള്ള ഒരു കിളവൻ. പണത്തിനു വേണ്ടി സ്വന്തം മകളെ അവിടുത്തന്നെ വിൽക്കാൻ തുനിഞ്ഞിറങ്ങിയ അച്ഛനെയും ചെറിയമ്മയെയും കണ്ട് ദേവ് പല്ലിറുമ്മി. നേരം വൈകുന്നു. മോതിരം മാറ്റാനുള്ള സമയമായി. ആ മാലയും മോതിരവും അങ്ങോട്ട് എടുത്തു കൊടുക്കും മനുഷ്യ. ആ കിളവൻ തൻ്റെ കയ്യിലെ മോതിരവുമായി കാവ്യയുടെ വിറക്കുന്ന വിരലുകളിലേക്ക് അണിയിക്കാനഞ്ഞതും ഹാളിലേക്ക് ഒരു ഇടിമുഴക്കം പോലെ രുദ്രദേവ് കടന്നു ചെന്നു. "നിർത്ത്!" ദേവിൻ്റെ അലർച്ച കേട്ട് ഹാളിലുണ്ടായിരുന്ന പാട്ടുകൾ പെട്ടെന്ന് നിന്നു. എല്ലാവരും ഞെട്ടി തിരിഞ്ഞു നോക്കി. തലയുയർത്തി നോക്കിയ കാവ്യ മുന്നിൽ നിൽക്കുന്ന തൻ്റെ ദേവിനെ കണ്ട് വിശ്വസിക്കാനാവാതെ വായ പൊത്തി നിന്നുപോയി. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണീർ ധാരധാരയായി ഒഴുകി. "താനാരോടോ എൻ്റെ മകളുടെ നിശ്ചയത്തിൻ്റെ ഇടയിൽ വന്ന് പ്രശ്നമുണ്ടാക്കാൻ? തനിക്ക് എന്താ കാര്യം?" അച്ഛൻ ദേഷ്യത്തോടെ മുന്നോട്ട് വന്നു. "നിന്റെ മകളോ? ഇവളെ ഈ കിളവന് വിൽക്കാൻ നിൽക്കുമ്പോൾ നിനക്ക് ലജ്ജ തോന്നുന്നില്ലടോ?" ദേവ് അച്ഛൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ചു. "എടാ, ഇറങ്ങിപ്പോടാ എൻ്റെ വീട്ടിൽ നിന്ന്. പോലീസിനെ വിളിക്കണോ ഞാൻ?" ചെറിയമ്മ അലറി. "വിളിക്കടി പോലീസിനെ. സ്വന്തം വീട്ടിലെ കുട്ടിയെ പീഡിപ്പിച്ച് പണത്തിന് വേണ്ടി ഒരു പെൺകുട്ടിയെ അവളുടെ മനസ്സമ്മതമില്ലാതെ കെട്ടിച്ചു കൊടുക്കാൻ നോക്കുന്നതിന് നിങ്ങളെ രണ്ടുപേരെയും അകത്താക്കാൻ എനിക്ക് നന്നായിട്ടറിയാം." ദേവ് അവരെ തള്ളി മാറ്റി. അപ്പോഴേക്കും ആ കിളവനും കൂടെയുണ്ടായിരുന്ന ഗുണ്ടകളും ദേവിന് നേരെ തിരിഞ്ഞു. "ആരാടാ നീ? വലിയ ഹീറോ ആകാൻ വന്നതാണോ? ഇവളെ ഞാൻ പണം കൊടുത്തു വാങ്ങിയതാടാ" എന്ന് കിളവൻ പറഞ്ഞു തീർക്കുന്നതിന് മുമ്പ് തന്നെ ദേവിൻ്റെ കനത്ത കൈപ്പത്തി അയാളുടെ കവിളിൽ പതിഞ്ഞിരുന്നു. അടിയുടെ ആഘാതത്തിൽ ആ വൃദ്ധൻ തെറിച്ചു വീണു. കൂടെ വന്നവർ ദേവിന് നേരെ ആഞ്ഞെങ്കിലും അയാളുടെ കലിപ്പൻ ലുക്കും 6 അടി ഉയരമുള്ള ശരീരപ്രകൃതിയും കണ്ട് അവർ ഭയന്ന് പിന്നോട്ട് മാറി. ദേവ് നേരെ നടന്നത് കാവ്യയുടെ അടുത്തേക്കായിരുന്നു. അവളുടെ മുഖം അപ്പോഴും ഭയം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു. ദേവ് അവളുടെ മുന്നിൽ വന്ന് നിന്നു. അയാളുടെ കണ്ണുകളിലെ ദേഷ്യം മാറി അവിടെ പ്രണയവും അതിലേറെ സംരക്ഷണത്തിൻ്റെ കരുതലും ഉണ്ടായിരുന്നു. അയാൾ കാവ്യയുടെ നേർക്ക് തൻ്റെ വലതു കൈ നീട്ടി. "കാവ്യ, ഈ ദേവിൻ്റെ കൂടെ വരാൻ നിനക്ക് താല്പര്യമുണ്ടോ? ഈ നരകത്തിൽ നിന്നും ഞാൻ നിന്നെ കൊണ്ടുപോവുകയാണ്. എൻ്റെ കൂടെ നീ ഇറങ്ങുമോ?" ദേവിൻ്റെ ശബ്ദം അത്രമേൽ ആർദ്രമായിരുന്നു. കാവ്യ ചുറ്റുമുള്ളവരെ നോക്കി. ചെറിയമ്മയുടെയും അച്ഛൻ്റെയും കണ്ണുകളിൽ കനൽ കത്തുന്നുണ്ടായിരുന്നു. എന്നാൽ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ മനുഷ്യൻ തനിക്കു വേണ്ടി ജീവൻ കളയാനും തയ്യാറാണെന്ന് അവൾക്ക് മനസ്സിലായി. ഇനിയൊരു നുണ പറയാൻ അവളുടെ മനസ്സ് അനുവദിച്ചില്ല. തൻ്റെ ഉള്ളിലെ സകല പ്രണയവും കണ്ണീരായി പുറത്തേക്ക് വരാൻ അനുവദിച്ചുകൊണ്ട് അവൾ വിറക്കുന്ന കൈകൾ ദേവിൻ്റെ ദൃഢമായ കൈവെള്ളയിലേക്ക് വെച്ചു കൊടുത്തു. "ഇവൾ എൻ്റെ പെണ്ണാണ്. അന്ന് ഞാൻ പറഞ്ഞതാണ്. ഇന്ന് ഞാനിതാ ഇവളെ കൊണ്ടുപോകുന്നു. തടയാൻ ധൈര്യമുള്ളവർ മുന്നോട്ട് വാടാ." അത്രയും പറഞ്ഞ് കാവ്യയുടെ കൈകൾ കോർത്തു പിടിച്ച് ആ ജനക്കൂട്ടത്തെ വകഞ്ഞു മാറ്റി ദേവ് പന്തലിൽ നിന്നും പുറത്തേക്ക് നടന്നു. കാവ്യ തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ കൂടെ ആ നെഞ്ചിലെ ചൂടറിഞ്ഞ് തല ഉയർത്തി തന്നെ ആ പടിയിറങ്ങി തൻ്റെ പുതിയ ജീവിതത്തിലേക്ക്. കാലം അതിൻ്റെ ചക്രങ്ങൾ 5 തവണ കറക്കിക്കഴിഞ്ഞിരിക്കുന്നു. അതെ, 5 വർഷങ്ങൾ. കാവ്യയുടെ ജീവിതത്തിൽ നിന്നും കണ്ണീരിൻ്റെയും പട്ടിണിയുടെയും കരിനിഴലുകളെ പൂർണ്ണമായി മായ്ച്ചു കളഞ്ഞ 5 വസന്തങ്ങൾ. ഇന്ന് ആ പഴയ ഇടനാഴികളിൽ ഭയത്തോടെ വിശപ്പോടെ തലതാഴ്ത്തി നടന്നിരുന്ന കാവ്യയില്ല. അതേ ക്യാമ്പസിൽ അതേ ക്ലാസ് മുറികളിലേക്ക് തലയുയർത്തിപ്പിടിച്ച് ചുണ്ടിൽ ആത്മവിശ്വാസത്തിൻ്റെ പുഞ്ചിരിയോടെ നടന്നു കയറുന്ന പ്രൊഫസർ കാവ്യ രുദ്രദേവാണവൾ. തൻ്റെ ദേവൻ്റെ തണലിൽ അയാൾ പകർന്നു നൽകിയ ധൈര്യത്തിൽ അവൾ പോസ്റ്റ് ഗ്രാജുവേഷനെല്ലാം 1ാം റാങ്കോടെ തന്നെ പാസ്സായിരുന്നു.
ഇന്ന് അവൾ അതേ കോളേജിൽ ദേവൻ്റെ തൊട്ടടുത്ത ക്യാബിനിലിരിക്കുന്ന സഹപ്രവർത്തക കൂടെയാണ്. പക്ഷേ കോളേജിലെ പ്രൊഫസർ പദവിയേക്കാൾ കാവ്യ ഇന്ന് ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത് രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന്, അവളുടെ ദേവൻ്റെ മാത്രം പെണ്ണായി ആ നെഞ്ചിലെ രാജ്ഞിയായി ജീവിക്കാൻ കഴിയുന്നതിൽ. രണ്ട്, അവരുടെ പ്രണയത്തിൻ്റെ ജീവനുള്ള അടയാളമായി തങ്ങളുടെ ജീവിതത്തിലേക്ക് ഓടിക്കയറി വന്ന അവളുടേത് മാത്രം രൂപമുള്ള 4 വയസ്സുകാരി മകൾ ആദുവിൻ്റെ അമ്മയാകാൻ കഴിഞ്ഞതിൽ. കോളേജ് ക്യാമ്പസിലെ വലിയൊരു വാഗമരച്ചുവട്ടിൽ ആ കാർ വന്ന് നിന്നു. ദേവ് വണ്ടിയുടെ എഞ്ചിൻ ഓഫ് ചെയ്ത് സീറ്റ് ബെൽറ്റ് അഴിച്ചു. കറുത്ത ബോർഡറുള്ള ഒരു മനോഹരമായ കേരള സാരിയായിരുന്നു കാവ്യയുടെ വേഷം. കഴുത്തിൽ ദേവ് ചാർത്തിയ താലിമാലയും കാതുകളിൽ ചെറിയൊരു ജിമിക്കിയും മാത്രം. നെറ്റിയിൽ ഒരു കുഞ്ഞു ചുവന്ന പൊട്ടുമുണ്ട്. കണ്ണുകളിൽ 5 വർഷം മുമ്പുണ്ടായിരുന്ന ആ കാർമേഘങ്ങളൊക്കെയും മാറി പ്രണയത്തിൻ്റെ തെളിനീർ തിളക്കം മാത്രം ഉണ്ടായിരുന്നുള്ളൂ. എന്താടോ, ഇറങ്ങുന്നില്ലേ? കോളേജിലെത്തിയപ്പോൾ മുതൽ ഈ കണ്ണാടിയിൽ നോക്കാൻ തുടങ്ങിയതാണല്ലോ. ദേവ് ചുണ്ടിൽ ആ കള്ളച്ചിരിയോടെ കാവ്യയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. 5 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ദേവൻ്റെ ആ ലുക്കിനൊരു മാറ്റവും ഇല്ല കേട്ടോ. കട്ട താടിയും മീശയും കാന്തികതയുള്ള ആ മൂർച്ചയേറിയ കണ്ണുകളും അന്നിന്നും ക്യാമ്പസിലെ പെൺകുട്ടികളുടെ നെഞ്ചിടിപ്പാണവൻ. വേഷം ഒരു നേവി ബ്ലൂ ഷർട്ടും ഫോർമൽ പാൻസുമാണ്. കൈമുട്ടോളം മടക്കി വെച്ച ഷർട്ടിൻ്റെ സ്ലീവ്സ് കാവ്യയ്ക്ക് ഇന്നും അയാളെ നോക്കുമ്പോൾ ആദ്യമായി ക്ലാസ് മുറിയിൽ കണ്ട ആ കലിപ്പൻ സാറിനെയാണ് ഓർമ്മ വരിക. കാവ്യ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. പെട്ടെന്ന് ദേവ് അവളുടെ കൈകളിൽ തൻ്റെ ദൃഢമായ വിരലുകൾ കോർത്തു പിടിച്ചു. ക്യാമ്പസിലൂടെ അവർ ഒന്നിച്ച് നടക്കുമ്പോൾ കുട്ടികളും മറ്റധ്യാപകരുമൊക്കെ ബഹുമാനത്തോടെയും അതിലേറെ ആരാധനയോടെയും അവരെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. കോളേജിലെ ഏറ്റവും മനോഹരമായ ദമ്പതികൾ എന്നാണ് എല്ലാവരും അവരെ വിശേഷിപ്പിക്കാറുള്ളത്. ക്യാബിന് മുന്നിലെത്തിയപ്പോൾ കാവ്യ പതിയെ ദേവൻ്റെ കൈകളിൽ നിന്നും തൻ്റെ കൈകൾ വേർപെടുത്തി. സാറേ, ഇത് കോളേജാണ്. കുട്ടികളൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ഈ പ്രൊഫസർ കലിപ്പൻ ലുക്ക് വെറുതെ കളയണ്ട. അവൾ കണ്ണുകൾ ചിമ്മി കാണിച്ചു. കുട്ടികൾ നോക്കി എന്താടോ, നീ എൻ്റെ സ്വന്തം ഭാര്യയാണ്. നാട്ടുകാരെ പിടിച്ച് കൈവിടാൻ ഈ ദേവിനറിയില്ല. ദേവ് അവളുടെ കാതോരം ചാഞ്ഞുകൊണ്ട് പതിയെ പറഞ്ഞു. പിന്നെ വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞിട്ട് പ്രിൻസിപ്പലിനെ കാണാൻ സ്റ്റാഫ് റൂമിൽ വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മറക്കണ്ട. അവിടുന്ന് വേണം നമുക്ക് നേരെ മോളെ കൂട്ടാൻ പോവാൻ. ശരി സാറേ, ഞാൻ മറക്കില്ല. കാവ്യ തൻ്റെ ക്യാബിനിലേക്ക് കയറി പോകുമ്പോൾ ദേവ് ആ പോക്കറ്റിൽ കൈകളിട്ട് അവളുടെ പോക്ക് നോക്കി പുഞ്ചിരിയോടെ നിന്നു. വൈകുന്നേരം 4:30 ആയപ്പോഴേക്കും കോളേജ് ബെല്ലടിച്ചു. കുട്ടികളെല്ലാം ബഹളത്തോടെ വെളിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. കാവ്യ തൻ്റെ ബാഗും പുസ്തകങ്ങളും ഒതുക്കി വെച്ച് ദേവ് പറഞ്ഞതുപോലെ പ്രിൻസിപ്പാളിൻ്റെ റൂമിന് നേർക്ക് നടന്നു. അപ്പോഴാണ് സ്റ്റാഫ് റൂമിൻ്റെ ജനാലയിലൂടെ പുറത്തെ കാഴ്ച കണ്ട് അവൾ ഒരു നിമിഷം തരിച്ചു നിന്നു പോയത്. കോളേജിലെ വേസ്റ്റ് ബിന്നുകളും കാർഡുകളും വൃത്തിയാക്കാൻ വരുന്ന വലിയൊരു കോൺട്രാക്റ്റ് വണ്ടി അവിടെ കിടപ്പുണ്ട്. അതിൽ നിന്നും ചാക്കുകൾ ചുമന്ന് പുറത്തേക്ക് വെക്കുന്ന 2 ആളുകൾ, ഒരു വൃദ്ധനും ഒരു സ്ത്രീയും. കാവ്യ സൂക്ഷിച്ചു നോക്കി. അവളുടെ നെഞ്ചിൽ പഴയൊരു ഭയത്തിൻ്റെ നേർത്ത കാറ്റ് വീശി കടന്നുപോയി. അത് അവളുടെ അച്ഛനും ചെറിയമ്മയുമായിരുന്നു. 5 വർഷങ്ങൾക്ക് മുമ്പ് പണത്തിന് വേണ്ടി സ്വന്തം മകളെ ഒരു കിളവന് വിൽക്കാൻ നോക്കിയ ആ അഹങ്കാരികളായ മനുഷ്യർ ഇന്ന് കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളുമായി വിശപ്പും ദൗർബല്യവും മുഖത്ത് നിഴലിച്ചുകൊണ്ട് ആ ക്യാമ്പസിലെ വേസ്റ്റ് ചുമക്കുകയാണ്. കാലത്തിൻ്റെ കാവ്യനീതി എന്നല്ലാതെ ഇതിനെന്തു പറയാൻ? കാവ്യയോട് ചെയ്ത ക്രൂരതകൾക്കെല്ലാം ദൈവത്തിൻ്റെ ശിക്ഷ എന്നോണം പലവിധ രോഗങ്ങളാൽ വലഞ്ഞ് ഇന്ന് ജീവിക്കാൻ വേണ്ടി അവർ ഈ പ്രായത്തിലും മറ്റുള്ളവരുടെ എച്ചിലുകളും വേസ്റ്റുകളും ചുമന്ന് നടക്കുന്നു. കാവ്യ ജനാലക്കൽ നിൽക്കുന്നത് കണ്ട് ദേവ് അവളുടെ അരികിലേക്ക് നടന്നു വന്നു. അവളുടെ നോട്ടം എങ്ങോട്ടാണെന്ന് മനസ്സിലാക്കിയ ദേവ് അവളുടെ തോളിലൂടെ കൈകളിട്ട് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. നീ എന്താ ആലോചിക്കുന്നത് കാവ്യേ? വിഷമം തോന്നുന്നുണ്ടോ അവരെ കണ്ടിട്ട്? ദേവ് വളരെ ശാന്തമായി ചോദിച്ചു. കാവ്യ ഒന്നുലഞ്ഞ് ദേവൻ്റെ നെഞ്ചിലേക്ക് തല ചായ്ച്ചു. ഇല്ല ദേവേട്ട, വിഷമമില്ല. പക്ഷേ ഒരു ഭയം തോന്നുന്നു. നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന നല്ലത് ചീത്തയുള്ള കാര്യങ്ങളെല്ലാം ഫലം ഈ ഭൂമിയിൽ വെച്ച് തന്നെ അനുഭവിച്ച് തീർക്കണം എന്നതിൻ്റെ തെളിവാണ് അവർ. അന്ന് ദേവേട്ടൻ എൻ്റെ കൈ പിടിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ... അവൾക്ക് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. കണ്ണുകൾ നിറഞ്ഞു. കഴിഞ്ഞ കാര്യങ്ങൾ ഇനി ഓർത്ത് വിഷമിക്കണ്ട. നിന്നെ വേദനിപ്പിച്ചത് ആരും ഒരിക്കലും നന്നായിട്ടില്ല. അതാണ് ഈ കാണുന്നത്. നമ്മൾ നമ്മുടെ ലോകത്തേക്ക് നോക്കിയാൽ മതി. വാ, നേരം വൈകി. നമ്മുടെ കുറുമ്പി അവിടെ സ്കൂളിൽ കാത്തു നിൽക്കുന്നുണ്ടാവും. ദേവ് അവളുടെ കണ്ണീർ തുടച്ചുകൊണ്ട് ആ നെറ്റിയിൽ പതിയെ ചുംബിച്ചു. അവിടെ നിന്നും ഇറങ്ങി അവൾ നേരെ പോയത് മകൾ ആതിര പഠിപ്പിക്കുന്ന പ്ലേ സ്കൂളിലേക്കാണ്. കാർ ഗേറ്റ് കടന്ന് ചെന്ന് നിന്നപ്പോഴേക്കും കയ്യിൽ ഒരു ചെറിയ വാട്ടർ ബോട്ടിലും തൂക്കി 2 വശത്തും കുടുമയിട്ട് കെട്ടിയ മുടിയുമായി ആതിരമോൾ ഓടി വരുന്നുണ്ടായിരുന്നു. വൈകുന്നേരം ഇരുട്ടി വെളുത്തപ്പോഴേക്കും വീടൊന്നാകെ ശാന്തമായി. മോൾ കളിച്ച് തളർന്ന് നേരത്തെ തന്നെ അത്താഴം കഴിച്ചുറങ്ങിയിരുന്നു.
രാത്രി 12 മണി കഴിഞ്ഞിരുന്നു. മുറിയിലെ ജനാലകൾ തുറന്നിട്ടിരിക്കുകയാണ്. വെളിയിൽ നല്ല തണുത്ത കാറ്റും നേർത്ത നിലാവുമുണ്ട്. കാവ്യ ബെഡ്റൂമിലെ മേശപ്പുറത്തിരുന്ന പേപ്പറുകൾ നോക്കുകയാണ്. പെട്ടെന്നാണ് പുറകിലൂടെ വന്ന 2 കൈകൾ അവളുടെ അരക്കെട്ടിലൂടെ വരിഞ്ഞു മുറുക്കിയത്. ദേവന്റെ ദൃഢമായ നെഞ്ചിന്റെ ചൂട് അവളുടെ പുറംഭാഗത്ത് തട്ടിയതും കാവ്യയുടെ ഉള്ളിലൊരു വിറയൽ പടർന്നു. അയാളിൽ നിന്ന് ഉയർന്ന ആ കാന്തികമായ പുരുഷഗന്ധം അവൾ വല്ലാതെ ശ്വസിച്ചെടുത്തു. ഇപ്പോഴും ഈ പേപ്പറുകൾ തന്നെയാടോ നിന്റെ ലോകം? ഈ രാത്രിയിൽ നിന്ന് നിനക്ക് ഈ ദേവനെ നോക്കാൻ സമയമില്ലേ? ദേവ് അവളുടെ കഴുത്തിടുക്കിലേക്ക് മുഖം പൂഴ്ത്തിക്കൊണ്ട് വളരെ ആർദ്രമായി മന്ത്രിച്ചു. അയാളുടെ താടിയുടെ അഗ്രങ്ങൾ അവളുടെ മൃദുലമായ ചർമ്മത്തിൽ ഉരസിയപ്പോൾ കാവ്യയുടെ കണ്ണുകൾ അറിയാതെ അടഞ്ഞുപോയി. അവൾ പതിയെ തിരിഞ്ഞ് ദേവന്റെ കഴുത്തിലൂടെ കൈകൾ കോർത്തു പിടിച്ചു. എന്താ ദേവേട്ട ഇത്? മോൾ അവിടെ ഉറങ്ങുന്നുണ്ട്, ആരെങ്കിലും കാണും കേട്ടോ, അവൾ കള്ളപരവേശത്തോടെ പറഞ്ഞു. മോൾ നല്ല ഉറക്കത്തിലാണ് കാവ്യ, പിന്നെ ആര് കാണാൻ? 5 വർഷം കഴിഞ്ഞിട്ടും എനിക്ക് പേടി മാറിയിട്ടില്ലല്ലോ. ദേവ് അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്തു. ആ മൂർച്ചയുള്ള കണ്ണുകൾ അവളുടെ വിറക്കുന്ന ചുണ്ടുകളിലേക്ക് താഴ്ന്നു വന്നു. അവർക്കിടയിൽ വാക്കുകളില്ലാതെയായി. 5 വർഷത്തെ പ്രണയത്തിൻ്റെ സകല ആഴവും ആർദ്രതയും ആ ചുംബനത്തിൽ അലിഞ്ഞു ചേർന്നു. ദേവ് അവളെ പതിയെ വാരിയെടുത്ത് കട്ടിലിലേക്ക് കിടത്തി. ജനാലയിലൂടെ വന്ന തണുത്ത കാറ്റ് ആ മുറിയിലെ പ്രണയത്തിൻ്റെ ചൂടേറ്റ് വാഗമരച്ചുവട്ടിലേക്ക് മയിൽപ്പീലി പെയ്ത്തായി പെയ്തിറങ്ങുന്നുണ്ടായിരുന്നു. തൻ്റെ ദേവൻ്റെ നെഞ്ചിലെ ചൂടറിഞ്ഞ് ആ കൈവലയത്തിനുള്ളിൽ കിടക്കുമ്പോൾ കാവ്യ മനസ്സിൽ ദൈവത്തോട് നന്ദി പറയുകയായിരുന്നു. കണ്ണീരിൻ്റെ കനൽ വഴികളിൽ നിന്നും തന്നെ പ്രണയത്തിൻ്റെ ഈ വസന്ത തീരത്തേക്ക് എത്തിച്ച തൻ്റെ ഒരേ ഒരു ദേവന് വേണ്ടി അവൾ തൻ്റെ ജീവിതം പൂർണ്ണമായി സമർപ്പിച്ചു. അവസാനിച്ചു. സൂര്യകാന്തി. നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു കഥയുമായി ഞാൻ ഉടനെ വരുന്നതാണ്. താങ്ക് യു.